ഗുഡ് ഈവനിങ്. ഒഡിബിൾ ആണല്ലേ? ഒന്ന് കമന്റ് ചെയ്യണേ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഒന്ന് കമന്റ് ചെയ്തേ. ഒന്ന് കമന്റ് ചെയ്യണേ. നന്ദിത ഗുഡ് ഈവനിങ്. ബാക്കിയുള്ളവര് ഓഡിബിൾ ആണോ? ഒന്ന് പറഞ്ഞേ. ഒന്ന് പറയൂ. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ. അശ്വിൻ ഹായ്. ഓക്കെ, ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ഓഡിബിൾ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അശ്വിൻ ഓക്കെ ഓക്കെ. എന്താ ആള് കുറഞ്ഞു വരുന്നുണ്ടോ? ക്ലാസ് തീരാനായപ്പോഴേക്കും ആളുകൾ കുറഞ്ഞു വരികയാണോ? എന്തായാലും നമ്മുടെ മൂന്നാമത്തെ മോക്ക് ടെസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ. അപ്പോൾ എല്ലാവരും അതൊന്ന് ഇന്നോ നാളെ ആയിട്ടൊന്ന് ചെയ്ത് തീർക്കുക. നാളെ വൈകുന്നേരം 6 മണിക്ക് അതിന്റെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വളരെ കുറച്ച് പേര് ആൾക്കാരെ ചെയ്തിട്ടുള്ളൂ. മോക്ക് ടെസ്റ്റും അതിന്റെ ഡിസ്കഷനും വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല, അതെങ്ങനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു, എന്തൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ, എന്തൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്നുള്ളത് അതിൽ നിന്ന് ഉൾക്കൊള്ളിട്ടുണ്ടെങ്കിൽ പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. വെറുതെ നിങ്ങൾ എന്തൊക്കെയോ കുറെ സമയം കളയുന്നത് മാത്രമേ ഇല്ലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുക, അതിന്റെ അനാലിസ് ചെയ്യുക. അപ്പൊ നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സൈറ്റിലൊക്കെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അനലൈസ് ചെയ്ത് നിങ്ങൾ മാത്രമേ ഇത് അനലൈസ് ചെയ്യാം. ഇത് നമുക്ക് നല്ലൊരു ഫാക്കൽറ്റി വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് എങ്ങനെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ നാളെ വൈകുന്നേരത്തിന് മുമ്പായിട്ട് എല്ലാവരും ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നാളെ 6 മണിക്ക് അതിന്റെ ഡിസ്കഷൻ വരിക. ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളെല്ലാം പതുക്കെ തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുറെ ടോപ്പിക്കുകൾ നമ്മൾ തീർന്നു. അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിയ ഒരാളാണെങ്കിൽ സീരിയസ് ആയിട്ട് നിങ്ങൾ ഇതിന്റെ ടോപ്പ് ലെവലിൽ എത്തേണ്ട ഒരു സമയമായി ഇപ്പോൾ കയറി. പക്ഷെ നിർഭാഗ്യവശാൽ എന്തോ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അത്ര ആളുകൾ ഇപ്പോൾ ലാസ്റ്റിലേക്കില്ല. അത് ഏതൊരു കോഴ്സിന്റെ അവസ്ഥ തന്നെയാണ്. തുടക്കത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ആവേശം പല ആളുകൾക്ക് ഉണ്ടാവില്ല. അത് കുറഞ്ഞ് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ വളരെ കുറച്ച് പേര്, നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ആളുകൾ പോലും ഇപ്പൊ ലൈവിൽ കാണുന്നില്ല. പക്ഷെ എന്നാലും കുറച്ച് ആളുകൾ, സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും കണ്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ട് പരീക്ഷ ഏത് നിമിഷവും വരാം കേട്ടോ. നോമ്പായുണ്ടാവും അല്ലേ? ഓക്കെ. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. നോമ്പായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് 6 മണി എന്ന് പറയുമ്പോൾ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും അവർ റെക്കോർഡ് ക്ലാസ് കാണുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, എന്തായാലും ഇന്ന് അധികം ലെങ്ത് ഉണ്ടാവില്ല ക്ലാസ്. മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ആണ് ടോപ്പിക് വരുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ, കമ്പാരിറ്റീവ്ലി ചെറിയൊരു ടോപ്പിക്. കാരണം മിക്സ്ചർ എന്ന് പറഞ്ഞൊന്നുമില്ല, നമ്മൾ ഓൾറെഡി ചെയ്ത റേഷ്യോ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കേട്ടോ. മിക്സ്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ മൊത്തം റേഷ്യോ ആണ്. റേഷ്യോ പ്രൊപ്പോർഷൻ നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് മിക്സ്ചറിൽ വരുന്നത്. പിന്നെ ഈ മിക്സ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഇത് അലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പുതുതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല. മിക്സിംഗ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് മാത്രമാണ് എന്ത് അലിഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളെ കിടക്കാം. കൂടുതൽ തിയറിയോ കാര്യങ്ങളോ ഒന്നും ഇതിൽ പറയാനില്ല. ഞാൻ പറഞ്ഞു റേഷ്യോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മിക്സ്ചറിലുള്ളൂ. അലിഗേഷൻ എത്തുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ കൂടെ ജസ്റ്റ് എങ്ങനെയാണ് അലിഗേഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും കുറച്ച് അവിടെ എത്തുമ്പോൾ പറയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, വളരെ ബേസിക് ആയിട്ടുള്ള റേഷ്യോന്റെ ചോദ്യമാണോ ചെയ്ത് നോക്കിയേ. The metal part of a machine is made from a mixture of copper, zinc and lead in the ratio 13:6:11, 6:1. If the weight of zinc in it is 90 kg, what will be the total weight of the metal part? ചെയ്തേ. റേഷ്യോയുടെ ചോദ്യമാണ്. ചെയ്ത് നോക്കിയേ. കോപ്പർ, സിങ്ക്, ലെഡ്, അതിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്. കോപ്പർ, സിങ്ക്, ലെഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 13:6:1. ചെയ്തേ, ആൻസർ പറഞ്ഞേ എന്ന് പറഞ്ഞേ. അതിൽ സിങ്കിന്റെ വെയിറ്റ് വന്നിട്ടുണ്ട്. The weight of zinc in it is 90 kg. സിങ്കിന്റെ വെയിറ്റ് 90 kg ആണെങ്കിൽ what will be the total weight of the metal part? ഈ മെറ്റൽ പാർട്ട് എന്ന് പറഞ്ഞാൽ കോപ്പർ, സിങ്കും ലെഡും കൂടെ ചേർന്നാണ്. അതിൽ ഏതിന്റെ തന്നിട്ടുണ്ട്? സിങ്കിന്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 6 യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 6 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 90 അല്ലെ? റേഷ്യോ നമ്മൾ ചെയ്തിട്ടുണ്ട്. 6 × 90. അപ്പൊ 6 × 15 ആണ് 90. 6 × 15. നമുക്ക് വേണ്ടത് ടോട്ടൽ വെയിറ്റ് അല്ലെ? ടോട്ടൽ വെയിറ്റ് പറഞ്ഞാൽ 13 + 6 + 1. 13 6 19. 19 + 1 20. 6 യൂണിറ്റ് 90 ആണെങ്കിൽ 6 × 15. അപ്പൊ 20 യൂണിറ്റ് കാണാൻ 20 × 15 എത്രയാണ്? 20 × 15 എന്ന് പറഞ്ഞാൽ 300. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓക്കെ, എല്ലാവരും സി എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണ്, വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒന്നും പറയാൻ, എല്ലാം പെർസെന്റേജ് അല്ല, റേഷ്യോയിൽ പഠിച്ച അതേ മെത്തേഡ്. ഇതും ചെയ്തേ.
In a mixture of 90 liters, the ratio of milk to water is 4:1. In another mixture of 90 liters, the ratio of milk to water is 3:2. What is the positive difference between the quantity of milk in both the mixture? പറഞ്ഞേ. ഒരു 90 ലിറ്റർ മിക്സർ ഉണ്ട്, അതിൽ മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:1 ആണ്. വേറെ ഒരു 90 ലിറ്റർ മിക്സർ ഉണ്ട്, അതിലെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:2 ആണ്. വാട്ട് ഇസ് ദ പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്? അതായത് ഇവിടെയുള്ള മിൽക്കിന്റെയും ഡിഫറൻസ് എത്രയാണെന്നാ ചോദ്യം. ശരിയേ? അറിയുന്നവർ ചെയ്യും, അല്ലാത്തവർ നോക്ക്. ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ നോക്കി, ഫസ്റ്റത്തിൽ 90 ലിറ്റർ, രണ്ടാമത്തെ 90 ലിറ്റർ. അപ്പൊ ഈ ഒരു കണ്ടീഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. കാരണം രണ്ട് സ്ഥലത്തും 90 ലിറ്റർ ആണ്. 90 ലിറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം രണ്ട് സ്ഥലത്തും ഈക്വൽ ആണ് വെയിറ്റ് അല്ലെ. ടോട്ടൽ മിക്സർ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തും ഈക്വൽ ആണ്. നോക്കിയേ, ഫസ്റ്റത്തിൽ റേഷ്യോ എന്താ? മിൽക്ക് ടു വാട്ടർ 4:1, രണ്ടാമത്തേൽ 3:2. അപ്പൊ ഈ റേഷ്യോ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. നോക്കിയാൽ ഇവിടെ 4 + 1 5 ആണ്, ഇവിടെ 3 + 2 5 ആണ്. അപ്പൊ രണ്ടിലും ടോട്ടൽ ക്വാണ്ടിറ്റി ഈക്വൽ ആണ്. ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ ഈക്വൽ ആക്കണം. കാരണം ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ്. ഇവിടെ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി 4:1. ഫസ്റ്റത്തിൽ 4 യൂണിറ്റ് മിൽക്കും 1 യൂണിറ്റ് വാട്ടർ ആകുമ്പോൾ ടോട്ടൽ 5 യൂണിറ്റ്. രണ്ടാമത്തിൽ 3 യൂണിറ്റ് മിൽക്കും 2 യൂണിറ്റ് വാട്ടർ ആകുമ്പോൾ അവിടെ 5 യൂണിറ്റ് അല്ലെ. അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ രണ്ട് സ്ഥലത്തും 90 ലിറ്റർ മിൽക്ക് ആണ്. നമുക്ക് വേണ്ടത് പോസിറ്റീവ് ഡിഫറൻസ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് രണ്ടിലുള്ള അല്ലെ. ഇവിടെ മിൽക്ക് എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ആണ്, ഇവിടെ മിൽക്ക് എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് ആണ്. 4 - 3 എത്രയാണ്? 1 യൂണിറ്റ് ആണ് പോസിറ്റീവ് ഡിഫറൻസ് പറയുന്നത്. ഈ 1 യൂണിറ്റ് എങ്ങനെ കാണും? 1 യൂണിറ്റ് കാണാനാണ് സുഖം. നോക്കിയേ, ഇവിടെയും 4 + 1 5 ആണ്, ഇവിടെയും 3 + 2 5 ആണ്. അതായത് ടോട്ടൽ 5 യൂണിറ്റ്. 5 യൂണിറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. അവിടെ ടോട്ടൽ മിക്സറിന്റെ അല്ലെ, മിക്സർ ആണ്, ടോട്ടൽ മിക്സർ ആണല്ലേ. അത് ഇവിടെ എത്രയാണ്? 90 ആണ്. അപ്പൊ 5 യൂണിറ്റ് 90 ആണെങ്കിൽ 1 യൂണിറ്റ് കാണാൻ എന്ത് ചെയ്യും? നോക്കിയേ, 90/5 എന്ന് പറഞ്ഞാൽ 18. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേട്ടോ? ഇങ്ങനെ മെത്തേഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വേണം ഇങ്ങനെ ചെയ്യാം. ഈ 90 എന്ന് പറഞ്ഞ സാധനത്തിന് 4:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. 90 എന്ന് പറഞ്ഞ സാധനത്തിന് 4:1 റേഷ്യോ ഡിവൈഡ് ചെയ്ത് എങ്ങനെയാ? നോക്കിയാൽ 90 എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ് 90 ആണ്. അപ്പൊ 1 യൂണിറ്റ് 18 ആണ്. 1 യൂണിറ്റ് 18 ആണെങ്കിൽ ഇവിടെ നോക്കിയേ, 4 യൂണിറ്റ് എത്രയാ? 4 യൂണിറ്റ് 72 ആണ്. ഇവിടെ 1 യൂണിറ്റ് 18 ആണ്. നമുക്ക് വേണ്ട മിൽക്കും വാട്ടറും അല്ലെ. ഫസ്റ്റത്തെ ക്വാണ്ടിറ്റിയിൽ മിൽക്കും വാട്ടർ എന്ന് പറഞ്ഞാൽ 72ഉം 18ഉം ആണ്. രണ്ടാമത്തത് നോക്കിയേ, രണ്ടാമത്തും 5 യൂണിറ്റ് തന്നെയാണ്. 5 യൂണിറ്റ് 90 ആകുമ്പോൾ 1 യൂണിറ്റ് 18 ആണ്. പക്ഷെ ഇവിടെ മിൽക്ക് എത്രയാണ്? 3 പാർട്ട് അല്ലെ. 3 പാർട്ട് എന്ന് പറയുമ്പോൾ 18 × 3 54. രണ്ടാമത്തെ 2 പാർട്ട് എന്ന് പറയുമ്പോൾ 18 × 2 36. ചോദ്യം എന്താ? ഫസ്റ്റത്തേലും രണ്ടാമത്തേലും ഉള്ള മിൽക്കിന്റെ ഡിഫറൻസ്. ഇവിടെ 72 ആണ് മിൽക്ക്, ഇവിടെ 54 ആണ് മിൽക്ക്. ഡിഫറൻസ് എത്രയാ? 18 ആണ്. കേട്ടോ? അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല, ഒറ്റ കാൽക്കുലേഷൻ മാത്രം ഇവിടെ ചെയ്താൽ മതി. 5 യൂണിറ്റ് 90 കിട്ടിയാൽ. ഇനി ഇവിടെ ചോദ്യമാണ്, ചോദ്യം വാട്ടറിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചെങ്കിലോ അവിടെയും സൈമിനെ നോക്കിയാൽ വാട്ടർ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. ഡിഫറൻസ് എത്രയാണ്? 1 യൂണിറ്റ് ആണ്. കേട്ടോ? മനസ്സിലായോ? പറഞ്ഞേ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ, മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞേ. പറ. ലോജിക്ക് യൂസ് ചെയ്ത് മനസ്സിലായോ? എല്ലാവരും ചെയ്തിട്ടുണ്ട്. ബി അല്ലെ. ഓക്കെ. ബാക്കിയുള്ളവർ ഒരാൾക്കാണ് മനസ്സിലായത്? ആസ്പിരന്റ് യെസ്, അവനി ക്ലിയർ, മരിയ യെസ്. ഓക്കെ ഓക്കെ. അടുത്ത ചെയ്. നിങ്ങളുടെ NTPCന്റെ RRB പരീക്ഷയ്ക്കൊന്നും അങ്ങനെ വലിയ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും മിക്സറിന് ചോദിച്ച് കണ്ടിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. CGL പോലത്തെ പരീക്ഷയ്ക്കാണ് കുറച്ചും കൂടി ലെവൽ കൂടിയിട്ട്, പക്ഷെ അവിടെ സിമ്പിൾ ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ ചില പരീക്ഷയ്ക്ക് കുറച്ച് ലെവൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. കേട്ടോ? ഇവിടെ നോക്കിയേ, in a mixture of 49 liters, the quantity of milk and water is in the ratio 3:4. How much water should be added to the mixture so that the ratio of milk and water becomes 3:5? ഇങ്ങനെ ചെയ്യാം. ഇപ്പോഴുള്ള റേഷ്യോ 3:4 ആണ്. അത് 3:5 ആക്കണം. 3:4 ഉള്ളത് 3:5 ആക്കണം. എന്ത് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ? ഹൗ മച്ച് വാട്ടർ ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലെ. ഇങ്ങനെ ചെയ്യാം. സിമ്പിൾ ചോദ്യമാണ്. നോക്കിയേ, നിങ്ങൾ ഉത്തരം പറയേണ്ട സമയമായി അല്ലെ. ഓക്കെ, ജസ്ന ജോസ്, ഓക്കെ, ആരോഹി, ആസ്പിരന്റ്, എല്ലാവരും ഏന്ന് പറയുന്നു. ഇവിടെ മിൽക്കും വാട്ടറും തുടക്കത്തിലുള്ള റേഷ്യോ 3:4 ആണ്. ഇനി അത് എന്താക്കണം? 3:5 ആക്കണം. ഇതൊരു റേഷ്യോ, ഇത് വേറെ റേഷ്യോ, രണ്ടും തമ്മിലൊരു കണക്ഷനും ഇല്ല. കണക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഈ ലോജിക്ക് നമ്മൾ നോക്കണം. ഈ ലോജിക്ക് ഇതിൽ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ്. ഇവിടെ ലോജിക്ക് എന്താ? ലോജിക്ക് നമുക്ക് ഒരേ ഒരു ലോജിക്കോട് അപ്ലൈ ചെയ്യാനുള്ളൂ. നോക്കിയേ, ആദ്യത്തെ മിക്സറിലും ഇനി ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മിക്സറിലും എന്ത് സെയിം ആണ്? മിൽക്ക് സെയിം ആണ്. കാരണം മിൽക്ക് ആഡ് ചെയ്യുന്നില്ല. ഈ ഫസ്റ്റത്തെ മിക്സറിലേക്ക് ആകെ ആഡ് ചെയ്യുന്നത് വാട്ടർ മാത്രമാണ് അല്ലെ. ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡ് എന്നാ ചോദ്യം. എത്ര വെള്ളം ആഡ് ചെയ്തിട്ടാണ് റേഷ്യോ 3:5 ആക്കേണ്ടത്? എന്ത് ആഡ് ചെയ്യാൻ പറ്റില്ല? മിൽക്കിന് ഒരു ചേഞ്ചും ഇല്ല. ഇവിടെയുള്ള മിൽക്കും സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോയില് സെയിം ആക്കണം. കേട്ടോ? അങ്ങനെയാണ്, എങ്കിൽ മാത്രമേ നമുക്ക് കണക്ഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് വേറെ റേഷ്യോ, ഇത് വേറെ റേഷ്യോ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഓൾറെഡി നോക്കിയേ, മിൽക്ക് 3 യൂണിറ്റ് ആണ്, ഇവിടെ 3 യൂണിറ്റ്. അപ്പൊ നമ്മൾ സെയിം ആക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി
അത് സെയിം ആണ്. നോക്കിയേ, അപ്പൊ 3:4 എന്നുള്ള റേഷ്യോ 3:5 ആക്കണമെങ്കിൽ എക്സ്ട്രാ 1 യൂണിറ്റ് വാട്ടർ ആഡ് ചെയ്യണം. ഈ 1 യൂണിറ്റ് എത്രയാന്നുള്ളത് കണ്ടാൽ മതി. 1 യൂണിറ്റ് കാണാൻ എന്താ ചെയ്യുക? നോക്കിയേ, ഇവിടെ നമുക്ക് തുടക്കത്തിൽ ആ മിക്സർ വന്നിട്ടുണ്ട്. തുടക്കത്തിൽ മിക്സർ എന്ന് പറഞ്ഞാൽ 49 ലിറ്റേഴ്സ് ആണ്. ഇവിടെ നോക്കിയേ 3 + 4 7 യൂണിറ്റ് അല്ലെ? ഈ 7 യൂണിറ്റ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള 49. 7 × 7. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ എക്സ്ട്രാ ആഡ് ചെയ്ത വാട്ടർ ആണ്, അതും 1 യൂണിറ്റ് ആണ്. ഇവിടെ നോക്കിയേ 7 × 7 ഉദ്ദേശിച്ചതിന്റെ അർത്ഥം എന്താ? 1 യൂണിറ്റ് ആണ് 7 അല്ലെ? അപ്പൊ ഇവിടെ 1 യൂണിറ്റ് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ ആണോ? ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ടൈപ്പ് ഓഫ് ചോദ്യം ചെയ്യാൻ പറ്റും. ഒറ്റ കണക്ഷൻ മാത്രം നമ്മൾ ഓർത്താൽ മതി. ഇവിടെ മിൽക്ക് മാറുന്നില്ല, തുടക്കത്തിലുള്ളതും അവസാനമുള്ളതും മിൽക്ക് സെയിം ആണ്. വാട്ടർ മാത്രം 4 ഉള്ളത് എന്താവും? 5 ആവും. ഓക്കെ, ഇനി വേണമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. അതായത് ഡയറക്റ്റ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. നോക്കിയേ 49 ലിറ്റർ ആണ് മിൽക്ക്. അപ്പൊ തുടക്കത്തിൽ എത്ര റേഷ്യോ ഉണ്ടാവും നോക്കിയേ? 7 യൂണിറ്റ് ആണ് 49. 3 യൂണിറ്റ് എത്ര ഉണ്ടാവും? 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 21. 4 യൂണിറ്റ് 28. ഇതാണ് തുടക്കത്തിലുള്ള മിക്സർ. തുടക്കത്തിൽ 21 മിൽക്ക് ഉണ്ട്, 28 വാട്ടർ ഉണ്ട്. ഇതിന് എന്താക്കണം? 3:5 ആക്കണം അല്ലെ? അപ്പൊ ഈ 21 രണ്ടും സെയിം ആണ്. ഇനിയോ ഇത് 3:5 ആക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഇത് 7 യൂണിറ്റ് ആണ് അല്ലെ? 3 യൂണിറ്റ് 21 ആണ്. 5 യൂണിറ്റ് എന്ത് വരണം? 35 വരണം. എന്നാലുള്ളത് 3:5 റേഷ്യോയിലാവും. നോക്കിയേ, 28 ഉള്ളത് 35 ആയി അല്ലെ? എത്ര ലിറ്റർ ആഡ് ചെയ്തു? 7 ലിറ്റർ എക്സ്ട്രാ ആഡ് ചെയ്തു. 7 കിട്ടിയത് എങ്ങനെയാണോ? ഏത് 7 ആൻസർ ആണോ? ആൻസർ നോക്കിയേ, നമുക്കിവിടെ 4 ഉള്ളത് 5 ആവണം അല്ലെ? 4 ഉള്ളത് 5 ആവണം. 1 യൂണിറ്റ് ആഡ് ചെയ്യണം. ആ 1 യൂണിറ്റ് എത്ര എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കാണേണ്ടത്. അതാണ് നമ്മുടെ ആൻസർ. നോക്കിയാൽ അതല്ലേ, ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ്? വാട്ടർ ആദ്യം 4 ഉള്ളത് 5 ആവണം. 1 യൂണിറ്റ് ആഡ് ചെയ്യണം. ആ 1 യൂണിറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും. നോക്കിയേ, തുടക്കത്തിൽ ഇവിടെ 49 ലിറ്റർ ആണുള്ളത് ടോട്ടൽ. 3 + 4 7 യൂണിറ്റ് ആണ് 49. അപ്പൊ 1 യൂണിറ്റ് 7 ആണ്. ഈ 1 യൂണിറ്റ് തന്നെയാണ് ഇവിടെ വരിക കേട്ടോ. ഈ 1 യൂണിറ്റ് തന്നെയാണ് ഇവിടെ വരിക. ഓക്കെ ആണോ? അശ്വിൻ ഓക്കെ ആണോ? ഓക്കെ, അടുത്ത് ഇതേ ഇപ്പൊ ചെയ്ത അതേ മോഡൽ ചോദ്യമാണ് ചെയ്തേ. ദ റേഷ്യോ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ ഇൻ എ മിക്സ്ചർ ഈസ്. ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വരുന്ന ചോദ്യം കേട്ടോ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വന്നിട്ടുള്ള ചോദ്യം ഇതാണ്. മിക്സ്ചർ ഈസ് 5:4. ഈ ചോദ്യം നല്ല ഈ കൺസെപ്റ്റ് ആണ്. ഇഫ് 9 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ആഡഡ് ടു ദ മിക്സ്ചർ, ദ റേഷ്യോ ഓഫ് ആൽക്കഹോൾ ടു വാട്ടർ ബിക്കംസ് 4:5. ഇവിടെയും എന്താ സംഭവിക്കും നോക്കിയേ, ആൽക്കഹോളിന്റെയും വാട്ടറിന്റെയും ഒരു മിക്സ്ചർ ആണ്. അതിലേക്ക് 9 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. അപ്പൊ റേഷ്യോ എന്തായി മാറി? 4:5 ആയി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഇൻ ദ മിക്സ്ചർ. ഇതിൽ ആൽക്കഹോളിന്റെ മിക്സ്ചർ അല്ല, ആൽക്കഹോൾ എത്ര ഉണ്ട് എന്നാ ചോദ്യം ഈ മിക്സ്ചറിൽ. നേരത്തെ തന്നിരിക്കുന്ന നമുക്ക് വേറെ വാല്യൂ, വേറെ വാല്യൂ, പക്ഷെ കൺസെപ്റ്റ് എല്ലാം സെയിം ആണ്. എന്താ നോക്കിയേ, തുടക്കത്തിലുള്ള ആൽക്കഹോൾ വാട്ടർ തമ്മിലുള്ള റേഷ്യോ 5:4 ആണ്. ഓക്കെ ആണോ? ഇനി ഇതിലോട്ട് വാട്ടർ ആഡ് ചെയ്യണം. ഈ വാട്ടർ മാത്രം ആഡ് ചെയ്തിട്ട് റേഷ്യോ എന്താക്കണം? 4:5. നേരെ ഇൻവേഴ്സ് ആക്കണം അല്ലെ? 5:4 4:5 ആക്കണം. പക്ഷേ എന്ത് ആഡ് ചെയ്യാൻ പാടില്ല? ആൽക്കഹോൾ ആഡ് ചെയ്യാൻ പാടില്ല, വാട്ടർ മാത്രം. 9 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ റേഷ്യോ 4:5 ആക്കുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഇവിടെ എത്ര ആൽക്കഹോൾ ഉണ്ട് എന്നാ ചോദ്യം. തുടക്കത്തിൽ അവസാനം ആൽക്കഹോൾ രണ്ടിലും സെയിം ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ? നോക്കിയേ, ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് മിക്സറിലും, ഈ കാണുന്ന മിക്സറിലും ഈ കാണുന്ന മിക്സറിലും ആൽക്കഹോൾ സെയിം ആണ്. ഇതൊരു റേഷ്യോ 5:4, ഇത് വേറൊരു റേഷ്യോ 4:5. രണ്ടും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. പക്ഷെ ഞാൻ തൊട്ട് മുമ്പ് ക്വസ്റ്റനിൽ പറഞ്ഞ പോലെ കണക്ഷൻ ഉണ്ടാക്കണം. എങ്ങനെയാ? ഈ ആൽക്കഹോൾ രണ്ട് സ്ഥലത്തും സെയിം ആക്കിയാൽ മതി അല്ലെ? ആൽക്കഹോൾ രണ്ട് സ്ഥലത്തും സെയിം ആക്കണമെങ്കിൽ 5ഉം 4ഉം LCM എന്താ? 20. ഇതിനെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഒന്ന് മാറ്റി എഴുതി നോക്കിയേ. 5 × 4 20, 4 × 4 16, 4 × 5 20, 5 × 5 25. ഇതാണ് രണ്ട് റേഷ്യോ. തുടക്കത്തിൽ 20:16 ആണ്, ഇപ്പൊ 20:25 ആണ്. രണ്ട് സ്ഥലത്ത് നോക്കിയേ, രണ്ട് സ്ഥലത്തും ആൽക്കഹോള് സെയിം ആണ്. ഇനി ചോദ്യത്തിൽ നമുക്ക് ഇതിപ്പോ റേഷ്യോ ആണ്, ഇത് റേഷ്യോ മാത്രമേ. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് നോക്കാം. ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഏതെങ്കിലും ഒരു ഇത് കണക്ട് ചെയ്യാൻ ഒരു വാല്യൂ വേണ്ടേ? ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന റേഷ്യോസ് മാത്രമാണ്. ഇനി ഇതിൽ ഏതെങ്കിലും വാല്യൂ നമ്മൾ കണക്ട് ചെയ്യണം. അതിനെന്താ ചെയ്യാം? അതിന് തന്നിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ നോക്കിയേ. ഇഫ് 9 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, 9 ലിറ്റർ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയേ, 16 വാട്ടർ 25 ആയി. എത്ര യൂണിറ്റ് ആഡ് ചെയ്തു? ഇത് റേഷ്യോ ആണ്, അതുകൊണ്ടാണ് ഞാൻ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 9 യൂണിറ്റ് ആഡ് ചെയ്തു. അത് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാ? 9 ആണ്. 9 യൂണിറ്റ് 9 ആണെങ്കിൽ 1 യൂണിറ്റ് 1 ആണ്. അതിന്റെ അർത്ഥം ഈ റേഷ്യോസ് തന്നെയാണ് ഈ ക്വാണ്ടിറ്റി. നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് തുടക്കത്തിൽ ഇവിടെ ആൽക്കഹോൾ 20 ലിറ്റർ ഉണ്ട്, വാട്ടർ 16 ലിറ്റർ ഉണ്ട്. ഇവിടെ ലാസ്റ്റ് മിക്സറിൽ വാട്ടർ ആൽക്കഹോൾ 20 ലിറ്റർ ഉണ്ട്, വാട്ടർ 25 ലിറ്റർ ഉണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഇൻ ദ മിക്സർ. ആൽക്കഹോൾ എത്രയാ? ഇനീഷ്യൽ മിക്സറിലായാലും ഫൈനൽ മിക്സറിലായാലും ആൽക്കഹോൾ എത്രയാ? 20 ലിറ്റേഴ്സ്. ഏതാ?
ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലെ. ആസ്പിരന്റ് സഹൽ, ജസ്ന, നിവേദിത, അനുശ്രീ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലേ? 20 ലിറ്റേഴ്സ് കേട്ടോ. സെയിം മോഡൽ ചോദ്യമാണ്. ഒന്നുകൂടെ ചെയ്യണോ? ഇത് തന്നെയാന്ന് തോന്നുന്നു. ഓക്കെ, ചെയ്തേ. സെയിം മോഡൽ ഒന്നുകൂടെ ചെയ്തേ. ഇനി മിക്സ്ചർ ഓഫ്, ഇനി സ്പീഡ് ആക്കുക കേട്ടോ. ഇനി ചെയ്യാൻ അറിയാം, നല്ല സ്പീഡിൽ ചെയ്യാം. കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ശേഷം അറിയാം. ഇനി സ്പീഡ് ആക്കിയിട്ട് ചെയ്യാം. In a mixture of 120 liters of milk and water, the ratio of milk to water is 2:1. How much water needs to added to the mixture to make the ratio of milk and water 1:2? ചെയ്ത് നോക്കിയേ. ഇതെപ്പോ ചെയ്ത മോഡൽ ഒന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ, പറഞ്ഞേ. ഇൻ എ മിക്സ്ചർ ഓഫ് 120 liters of milk and water അല്ലെ. ഇവിടെ മിൽക്കും വാട്ടറും തമ്മിലുള്ള മിക്സ്ചറാണ്. മിൽക്കും വാട്ടറും തമ്മിലുള്ള മിക്സ്ചറാണ്. റേഷ്യോ എന്താ? റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. ഓക്കെ ആണോ? 2:1 ആണ് ഇവിടുത്തെ റേഷ്യോ. ഇനി അതെന്താക്കണം? വെള്ളം ആഡ് ചെയ്തിട്ട് ഹൗ മച്ച് വാട്ടർ നീഡ്സ് ടു ബി ആഡഡ് ടു ദ മിക്സ്ചർ. ഇനി ഇത് വെള്ളം ആഡ് ചെയ്തതിനു ശേഷം 1:2 ആക്കണം അല്ലെ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഉള്ളത് എന്ത് ചെയ്യണം? നേരെ അതിന്റെ ഇൻവേഴ്സ് ആക്കണം. ഇവിടെ എന്താ ആഡ് ചെയ്യുന്നത്? വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. മിൽക്ക് എന്താണ്? സെയിം ആണ്. ഇവിടെ 2:1 ആണ്, അതിൽ മിൽക്ക് 2 ആണ്. ഇവിടെ 1:2 ആണ്, അതിൽ മിൽക്ക് 1 ആണ്. അങ്ങനെ പാടില്ല. നമുക്ക് രണ്ട് സ്ഥലത്ത് മിൽക്ക് എന്ത് ചെയ്യണം? സെയിം ആക്കണം. അപ്പൊ ഈ 1:2 ഇവിടെ നമ്മൾ 2 ആക്കി കഴിഞ്ഞാൽ ഇതെന്താവും? 4 ആവും അല്ലെ. ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുക. 1:2 എന്താവും? 2:4 ആവും. ഇതാണ് റേഷ്യോ. പഴയ റേഷ്യോ 2:1 ആണ്, പുതിയ റേഷ്യോ 2:4 ആണ്. മിൽക്ക് എന്താണ്? രണ്ട് സ്ഥലത്തും സെയിം ആണ്. ഇനി എന്താ നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് ഹൗ മച്ച് വാട്ടർ. ഇതാ 1 ഉള്ള വാട്ടർ 4 ആയി. എത്ര യൂണിറ്റ് ആഡ് ചെയ്തു? 3 യൂണിറ്റ് ആഡ് ചെയ്തു. ഈ 3 യൂണിറ്റ് എത്രയാന്നുള്ളത് നമുക്ക് കാണേണ്ടത്. എങ്ങനെ കാണും ഈ 3 യൂണിറ്റ് കാണാൻ? ഒന്നും ചെയ്യണ്ട. നോക്കിയേ, ഇനീഷ്യൽ മിക്സർ ഇവിടെ എത്രയാണ്? തുടക്കത്തിൽ ഇനീഷ്യൽ മിക്സർ 120 ആണ്. ഇവിടെ നോക്കിയേ 2 + 1 3 യൂണിറ്റ് ആണ്. ആ 3 യൂണിറ്റ് 120 ക്വസ്റ്റനിൽ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ആഡ് ചെയ്യുന്ന 3 യൂണിറ്റ് എന്തായിരിക്കും? 120 തന്നെ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതെ, കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഒരു മിനിറ്റ്. ചെയ്ത് നോക്കില്ലേ? കാണുന്നില്ലേ? സി എന്ന് പറയുന്നത് അല്ലേ. 10 liters of water is added to 50 liters of liquid containing 20% spirit. What will be the percentage of spirit in the resultant mixture? ഇത് നമുക്ക് പല രീതിയിലും ചെയ്യാം. നമുക്ക് നേരത്തെ പോലെ റേഷ്യോ എടുത്ത് ചെയ്യാം, അതല്ലെങ്കിൽ അലിഗേഷനിൽ ചെയ്യാം. അലിഗേഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതുകൊണ്ട് ഞാൻ ആ മെത്തേഡ് ഇവിടെ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഡയറക്റ്റ് മെത്തേഡ് ചെയ്ത് നോക്കിയേ. 10 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. ഇതിലേക്ക് ഒരു 50 ലിറ്റേഴ്സ് ലിക്വിഡ് ഉണ്ട്. അതിൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ 20% ആണ്. ഓക്കെ, അതിന്റെ അർത്ഥം ബാക്കിയുള്ളത് വാട്ടർ ആണ് കേട്ടോ. അപ്പൊ സ്പിരിറ്റും വാട്ടറും തമ്മിലുള്ള റേഷ്യോ ആണ്. നോക്കിയേ എത്ര ഉണ്ടാവും? 50 ലിറ്റേഴ്സ് ലിക്വിഡിൽ 20% സ്പിരിറ്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 20% സ്പിരിറ്റ്. 50 ലിറ്ററിൽ 20% പറഞ്ഞാൽ 10 സ്പിരിറ്റ് ആണ്, ബാക്കി 40 വാട്ടർ ആണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ചോദ്യം എന്താ? ഇവിടെ 10 liters ഓഫ് വാട്ടർ, ഈ മിക്സറിലോട്ട് 10 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ റേഷ്യോ എന്തായി മാറും? സ്പിരിറ്റ് 10, വാട്ടർ എന്താവും? ഓൾറെഡി 40 ഉണ്ട്, അതിലേക്ക് 10 കൂടെ വന്നാൽ 50 ആവും അല്ലെ.
വാട്ട് വിൽ ബി ദ പെർസെന്റേജ് ഓഫ് സ്പിരിറ്റ് ഇൻ ദ റിസൾട്ടിംഗ് മിക്സ്ചർ? ഇനി പുതിയ ഉണ്ടായ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ 10 സ്പിരിറ്റും 50 വാട്ടറുമാണ്. അതില് സ്പിരിറ്റിന്റെ പെർസെന്റേജ് എത്രയാണെന്ന ചോദ്യം. സ്പിരിറ്റിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് 10 ഉണ്ട് ഔട്ട് ഓഫ് 10 + 50 അല്ലെ. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റും വാട്ടറും കൂടി ചേർന്നാണ്. 10 + 50 60. ഈ 10/16 എഴുതുമ്പോൾ തന്നെ പെർസെന്റേജ് കിട്ടണം. 1/6 1/6 എന്ന് പറഞ്ഞാൽ ഏതാ? ഓപ്ഷൻ സി ആണ് 16. 2/3. ഓക്കെ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ സി അല്ലേ. ഓക്കെ, ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അലിഗേഷനിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ആ മെത്തേഡ് ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇതിങ്ങനെ ഓരോ ക്വസ്റ്റൻ ആയിട്ട് മിക്സ്ചറിലെ ക്വസ്റ്റൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. 10ാമത്തെ ക്വസ്റ്റൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അലിഗേഷനിലെ ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഈ മോഡൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തൊന്ന് ചെയ്ത് നോക്കിയേ. X and Y are two alloys of gold and platinum which are prepared by mixing metals in the ratio of 5:2 and 5:7 respectively. If you make a third alloy Z by melting equal amounts of alloys, then what will be the ratio of the amount of gold to the amount of platinum in Z? ഇങ്ങനെ ചെയ്യാം. സി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആണോ മുമ്പത്തെ ആണോ? മുമ്പത്തെ അല്ലേ. ഓക്കെ, നോക്കിയേ, ഇവിടെ 2 അലോയ്സ് ഉണ്ട്. ഗോൾഡിന്റെയും പ്ലാറ്റിനത്തിന്റെയും 2 അലോയ്സ് ആണ്. ശ്രദ്ധിച്ചു കേട്ടോ, അടുത്ത് വേറൊരു മോഡലാണ്. ഇതിൽ ആദ്യത്തെ മിക്സറിലെ റേഷ്യോ എത്രയാണ്? ഗോൾഡിന്റെയും പ്ലാറ്റിനത്തിന്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:2 ആണ്. രണ്ടാമത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:7 ആണ്. ഓക്കെ, ഇനിയോ ഇഫ് യു മേക്ക്, ഇനി ഇത് രണ്ടും കൂടെ എടുത്തിട്ട് ഞാൻ പുതിയൊരു അലോയ് ഉണ്ടാക്കാൻ പോകും. അതായത് ഈ ഫസ്റ്റ് കാണുന്ന ഈ മിക്സറും രണ്ടാമത് കാണുന്ന ഈ മിക്സറും ഞാൻ മിക്സ് ചെയ്തിട്ട് പുതിയൊരു അലോയ് ഉണ്ടാക്കാൻ പോവാണ്. അത് പ്രത്യേകം പറഞ്ഞിട്ട് എന്താ, ഈക്വൽ എമൗണ്ട്സ് ഓഫ് അലോയ്സ്. ഈ ഫസ്റ്റ് അലോയ് എത്രയാണോ എടുത്തത് അതേ എമൗണ്ടിന്റെ രണ്ടാമത്തെ അലോയ് എടുക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ പുതിയ മിക്സറിൽ ഗോൾഡും പ്ലാറ്റിനവും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാ ചോദ്യം. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഒരാൾ പറയുന്നുണ്ട് സി. ഓക്കെ, ഇത് ചെയ്യാൻ നോക്കിയേ. നമുക്കിവിടെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. 2 സ്ഥലത്തു നിന്നും മിക്സ് ചെയ്യുന്ന അലോയിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈക്വൽ ആണ്. ഫസ്റ്റത്തിൽ നിന്ന് നമ്മൾ എത്രയാണോ എമൗണ്ട് എടുക്കുന്നത് അത് തന്നെയാണ് രണ്ടാമത്തേൽ നിന്ന് എടുക്കുന്ന എമൗണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ടോട്ടൽ 5 + 2 എന്ന് പറഞ്ഞാൽ 7 ആണ് കിട്ടുന്നത് അല്ലെ. ഇവിടെ നോക്കിയാൽ 5 + 7 എന്ന് പറഞ്ഞാൽ 12 ആണ് കിട്ടുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 7 യൂണിറ്റ് ആണ്, ഇവിടെ നോക്കുമ്പോൾ 12 യൂണിറ്റ് ആണ്. അതെങ്ങനെ ശരിയാവോ? ഇല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വേണം മിക്സ് ചെയ്യാൻ. അപ്പൊ ഇത് 7ഉം ഇത് 12ഉം ആയാലും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. ഇത് 7ഉം 12ഉം ആകുമ്പോൾ മിക്സ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ LCM കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിന്റെ LCM ആക്കിയാൽ മതി അല്ലേ. ഇതിപ്പോ 7 യൂണിറ്റ് ആണുള്ളത്. 7ന്റെയും 12ന്റെയും LCM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 × 7 84 ആണ്. അപ്പൊ 84 ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിനെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 12 ഉള്ള 84 ആക്കണമെങ്കിൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 7 കൊണ്ട്. ഒന്ന് മാറ്റി എഴുതി നോക്കിയേ. 5 × 12 എന്ന് പറഞ്ഞാൽ 60 ആണ്. 2 × 12 എന്ന് പറഞ്ഞാൽ 24 ആണ്. 5 × 7 എന്ന് പറഞ്ഞാൽ 35 ആണ്. 7 × 7 എന്ന് പറഞ്ഞാൽ 14 ആണ്. ഇപ്പൊ നോക്കിയേ, ഫസ്റ്റത്തെ മിക്സറിന്റെ റേഷ്യോ 60:24. റേഷ്യോ മാറിയിട്ടില്ല, 5:2 റേഷ്യോ തന്നെയാണിത്. രണ്ടാമത്തെ റേഷ്യോ നോക്കിയേ 35:14 ആണ്. റേഷ്യോ മാറിയിട്ടില്ല, 5:7 ആണ്. ടോട്ടൽ നോക്കിയേ, ടോട്ടൽ രണ്ടിന്റെ സെയിം ആയിരിക്കും. 60ഉം 24ഉം കൂട്ടി 84, 35ഉം 49ഉം കൂട്ടിയാൽ 84. അപ്പൊ രണ്ടും നമുക്ക് റേഷ്യോ മാറിയിട്ടില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ രണ്ടും എമൗണ്ട് സെയിം ആണ്. ഇത് തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ടും, ഈ കാണുന്ന റേഷ്യോ മിക്സറും ഈ കാണുന്ന മിക്സറും ഇത് നമ്മൾ പുതിയൊരു പാത്രത്തിലേക്ക് ഇട്ട് പുതിയൊരു മിക്സർ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഗോൾഡിന്റെയും പ്ലാറ്റിനത്തിന്റെയും റേഷ്യോ എത്രയെന്ന ചോദ്യം. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ അസ്യൂം ചെയ്യുക. ഫസ്റ്റത്തെ മിക്സർ എന്ന് പറഞ്ഞാൽ 84 യൂണിറ്റ് ഉണ്ട്. അതിൽ 60 ഗോൾഡും ഉണ്ട്, 24 പ്ലാറ്റിനും ഉണ്ട്. ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കുമ്പോൾ അതിൽ 35 ഗോൾഡ് ഉണ്ട്, 49 പ്ലാറ്റിനും ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കുമ്പോൾ കിട്ടും ടോട്ടൽ 60 + 35 95 ഗോൾഡും വരും, 24 + 49 എത്രയാണ്? 73 പ്ലാറ്റിനും വരും. 95:73. ഏത് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ ആണോ? എല്ലാവരും കിട്ടിയില്ലേ? അതെ, ഓപ്ഷൻ സി കേട്ടോ. ഇനി ഇങ്ങനെ കാര്യം നോക്കി, ഇവിടെ 95:73 95:73 ആൻസർ കിട്ടി. ഇവിടെ 73:95 ആൻസർ വരുന്നുണ്ട്. അതായത് ഇതിന്റെ നേരെ തിരിച്ച്. അപ്പൊ നമ്മൾ ശരിക്കും ഒന്നും കൂടെ നോക്കണം നമ്മോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഗോൾഡ് ടു പ്ലാറ്റിനം ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണ് 95:73. ഇതിപ്പോ നമ്മൾ പ്ലാറ്റിനം ഈസ്റ്റ് ഗോൾഡ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ ഓപ്ഷൻ ബി ആ വരിക. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇതിന്റെ നേരെ റിവേഴ്സ് ഓപ്ഷനിൽ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുക.
ക്വസ്റ്റ്യൻ ഗോൾഡ് ടു പ്ലാറ്റിനം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം എപ്പോഴും നമുക്ക് അങ്ങനെ തന്നെ തരണമെന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ ഗോൾഡ് ടു പ്ലാറ്റിനം എന്നൊക്കെ പറയും. ലാസ്റ്റ് ചോദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും? പ്ലാറ്റിനം ടു ഗോൾഡ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ വല്ലതുണ്ടോ ടെസ്റ്റ് ഉണ്ടോ ചെക്ക് ചെയ്യണം. കാരണം നോക്കിയേ, ഗോൾഡ് ടു പ്ലാറ്റിനം അങ്ങനെ തന്നെയാ ചോദിച്ചിട്ടുള്ളല്ലേ. അപ്പൊ ആൻസർ ഏതാണ്? 95:73. ഇനി ചിലപ്പോൾ ചോദ്യത്തിൽ ഇങ്ങനെ ആയിരിക്കും, വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദ എമൗണ്ട് ഓഫ് പ്ലാറ്റിനം ടു ദ എമൗണ്ട് ഓഫ് ഗോൾഡ്. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി വരും കേട്ടോ. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ, കമന്റ് ചെയ്ത് റെഡി ആണോ പറഞ്ഞേ. ഇവിടെ നമുക്ക് ഒരേ ഒരു സംഭവം ഉള്ളൂ, രണ്ടിന്റെയും ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റി എടുത്ത് മിക്സ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി 7 ഇവിടെ 12 ആണ്. അപ്പൊ 7 ഉം 12 ഈക്വൽ ക്വാണ്ടിറ്റി അല്ല, മിക്സ് ആക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന് ഈക്വൽ ആക്കിയിട്ട് എന്ത് ചെയ്യും? മിക്സ് ചെയ്യും കേട്ടോ. ഏത് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ഈക്വൽ ആക്കിയിട്ട് മിക്സ് ആക്കാം കേട്ടോ. ഏതിലേക്ക് മിക്സ് ആക്കിയാലും റേഷ്യോ എന്ത് കിട്ടുള്ളൂ? 95:73 കിട്ടുള്ളൂ. ഓക്കെ, സെറ്റ് ആണ് സാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത്. A and B are two alloys of gold and copper. They are prepared by mixing these metals in the ratio 7:2, 7:11 respectively. A third alloy C is made by melting equal quantities of alloys. If the amount of copper in C is 10 kg, then what is the amount of gold in C? ചെയ്തോക്കെ, നേരത്തെ ചെയ്ത അതേ ചോദ്യം അല്ലെ, ചെറിയ വാല്യൂ മാത്രമേ മാറിയിട്ടുള്ളൂ. നേരത്തെ ഗോൾഡും പ്ലാറ്റിനും ആണെങ്കിൽ ഇവിടെ ഗോൾഡും കോപ്പറും ആണ്. ഫസ്റ്റത്തെ റേഷ്യോ 7:2 ആ. അറിയുന്നവർ ചെയ്ത് നോക്കട്ടോ. നേരത്തെ ചെയ്ത അതേ ചോദ്യം. രണ്ടാമത്തെ 7:11 ആണ്. ഇനിയോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എ തേർഡ് അലോയ് സി, പുതിയൊരു സി എന്ന് പറഞ്ഞ അലോയ് ഉണ്ടാക്കാൻ പോവാണ്. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? മെയ്ഡ് ബൈ മെൽറ്റിംഗ് ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് അലോയ്സ്. ഇതിന്റെ രണ്ടിന്റെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യൻ അല്ലേ, ഈക്വൽ ക്വാണ്ടിറ്റി രണ്ടിന്റെയും എടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താ? ഇഫ് ദ എമൗണ്ട് ഓഫ് കോപ്പർ ഇൻ സി, അങ്ങനെ ഉണ്ടാക്കിയ പുതിയ അലോയിൽ കോപ്പർ എത്രയാണ്? 10 കിലോ ആണെങ്കിൽ ഗോൾഡ് എത്ര എന്നാ ചോദ്യം. ചെയ്ത് നോക്കിയേ, എത്ര കിട്ടും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൺസെപ്റ്റ് എടുക്കണം. ഈക്വൽ ക്വാണ്ടിറ്റി ആണ് മിക്സ് ചെയ്യുന്നത് അല്ലെ. ഈക്വൽ ക്വാണ്ടിറ്റി മിക്സ് ചെയ്യണം. ഞാനിവിടെ മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ മനസ്സിലായത് ഇവിടെ 7 + 2 എത്രയാണ്? 9 ആണ്. ഇവിടെ 7 + 11 18 ആണ്. രണ്ടും ഈക്വൽ ആണോ? അല്ല. കാരണം ഇവിടെ 9, ഇവിടെ 18. അപ്പൊ രണ്ടും ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണം. കാരണം ഈക്വൽ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നില്ലേ. അപ്പൊ ഈ ഒന്നും ചെയ്യണ്ട. ഇവിടെ നോക്കിയാൽ ഈ 9 ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടും 18 ആയില്ലേ. നോക്കിയേ, ഇനി ഒന്ന് മാറ്റി എഴുതി എത്ര കിട്ടും? മാറ്റി എഴുതുമ്പോൾ 7 × 2 14, 2 × 2 4, ഇവിടെ 7 11. ഇതാണ് പുതിയ രണ്ട് റേഷ്യോ. ഇനി മിക്സ് ചെയ്താൽ മതി, നേരത്തെ ചെയ്ത പോലെ മിക്സ് ചെയ്താൽ മതി. 14ഉം 4ഉം 18 കിട്ടിയില്ലേ, 7ഉം 11ഉം 18 കിട്ടിയില്ലേ, രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി ആയില്ലേ. രണ്ടും മിക്സ് ചെയ്യുമ്പോൾ നോക്കിയേ, ഗോൾഡ് 14 + 7 21 ഉണ്ടാവും, കോപ്പറോ 11 + 4 15 ഉണ്ടാവും. അതായത് 21:15 ആണ് പുതിയ അലോയിന്റെ റേഷ്യോ. അപ്പൊ 21:15 ഒന്നും കൂടെ ചെറുതാക്കി കൂടെ? കാരണം നോക്കിയേ, ഒരു 3 കൊണ്ട് കട്ട് ചെയ്താൽ 7:5. ഇതാണ് ഗോൾഡും കോപ്പറും തമ്മിലുള്ള റേഷ്യോ. അതിൽ ഈ സി എന്ന് പറഞ്ഞ അലോയിൽ കോപ്പറും ഗോൾഡും തമ്മിലുള്ള റേഷ്യോ ആണ് 7:5. നമുക്ക് ഇവിടെ എന്താ ഇനി വേണ്ടത് നോക്കിയേ. അതില് കോപ്പറിന് 10 കിലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് കോപ്പർ എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ് ആണ്, അത് 10 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 7 യൂണിറ്റ് എന്താ? 14 ആയിരിക്കും അല്ലെ. നോക്കിയേ, 5ന്റെ നേരെ ഡബിൾ അല്ലേ 10. അപ്പൊ 7ന്റെ നേരെ ഡബിൾ 14. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഓപ്ഷൻ ഡി. അപ്പൊ സിമ്പിൾ അല്ലേ. നേരത്തെ ചെയ്ത അതേ മോഡൽ ചോദ്യം തന്നെയാണ് ഇവിടെ ചെയ്തത്. നേരെ ഈക്വൽ ആക്കുക കേട്ടോ. അതായത് രണ്ടും ഈക്വൽ റേഷ്യോയിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഈക്വൽ ആക്കിയിട്ട് മിക്സ് ചെയ്യാം. ഇനി ഡിഫറെന്റ് റേഷ്യോയിലാണ് തന്നിട്ടില്ലെങ്കിലോ? നോക്കിയേ, ഇതാണ് ആ ചോദ്യം. ഇത്രയും നേരം നമ്മൾ ചെയ്തൊക്കെ എന്താണ്? ഈക്വൽ റേഷ്യോയിൽ എടുക്കുന്നു, അപ്പൊ ഈക്വൽ ആയിട്ട് മിക്സ് ചെയ്യുന്നു. ഇവിടെ ഈക്വൽ റേഷ്യോയിലല്ല. നോക്കിയേ, 2 ലിറ്റർ ലിക്വിഡ് ഉണ്ട്, അതിൽ മിൽക്കും വാട്ടറും നമ്മൾ റേഷ്യോ 3:2 ആണ്. ഇനിയോ 3 ലിറ്റർ വേറെ ലിക്വിഡ് ഉണ്ട്, അതിൽ മിൽക്കും വാട്ടറും നമ്മൾ റേഷ്യോ 2:3 ആണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ ന്യൂ മിക്സ്ചർ. ഇവിടെ ഈക്വൽ ക്വാണ്ടിറ്റി അല്ല മിക്സ് ചെയ്യുന്നത്. ഈക്വൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ കുഴപ്പമില്ല. നോക്കിയേ, ഇവിടെ 3:2 ആണ്, 3 + 2 5 ആണ്. ഇവിടെ 2:3 ആണ്, 2 + 3 ഇവിടെയും 5 ആണ്. രണ്ടിലും ഓൾറെഡി ഈക്വൽ ആണ്. അപ്പൊ അതങ്ങ് ആഡ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഈക്വൽ അല്ല മിക്സ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ക്വാണ്ടിറ്റി 2 ലിറ്ററും രണ്ടാമത്തെ ക്വാണ്ടിറ്റി 3 ലിറ്ററും കൂട്ടിയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഈക്വൽ ക്വാണ്ടിറ്റി അല്ല. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? അപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ എഴുതാൻ നോക്കിയേ, മിൽക്കും വാട്ടറും ആണ് രണ്ടിലും അല്ലെ. അതിൽ എ എന്ന് പറഞ്ഞ മിക്സറിൽ എത്രയാണ്? 3:2 ആണ് റേഷ്യോ. ബി എന്ന് പറഞ്ഞ മിക്സറിൽ 2:3 ആണ് റേഷ്യോ. ഓക്കെ, നമുക്ക് ഈക്വൽ ക്വാണ്ടിറ്റി മിക്സ് ചെയ്യാനാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇത് ഓൾറെഡി ഈക്വൽ ആയതുകൊണ്ട് ഇതങ്ങ് ആഡ് ചെയ്താൽ 5:5 എന്ന് കിട്ടും അല്ലെ. 3 + 2 2 + 3 5:5 കിട്ടും. പക്ഷേ ഇവിടെ ഈക്വൽ ക്വാണ്ടിറ്റി അല്ല ആഡ് ചെയ്ത്. നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റത്തെ ക്വാണ്ടിറ്റി 2 ലിറ്ററും രണ്ടാമത്തെ ക്വാണ്ടിറ്റി 3 ലിറ്ററും. അതിന്റെ അർത്ഥം എന്താ? 2:3 റേഷ്യോയിലാണ് ഇവർ മിക്സ് ചെയ്യുന്നത്.
അതായത് ഫസ്റ്റത്തെ ക്വാണ്ടിറ്റി 2 ലിറ്റർ എടുത്താൽ രണ്ടാമത്തെ ക്വാണ്ടിറ്റി 3 ലിറ്റർ എടുക്കണം. അപ്പൊ 2:3 റേഷ്യോയിൽ വേണം ഇവരെ മിക്സ് ചെയ്യാൻ. നോക്കിയേ, ഇവിടെ ഇപ്പൊ നോക്കുമ്പോൾ 3 + 2 എന്ന് പറഞ്ഞാൽ 5 ആണ്, 2 + 3 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓൾറെഡി 1:1 റേഷ്യോയിൽ, അതായത് ഈക്വൽ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് വേണ്ടത് 2:3 റേഷ്യോയിലാണ് അല്ലെ. അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ, അപ്പൊ ഇതിനെയും 2 കൊണ്ട്, ഇതിനെയും 2 കൊണ്ട്, ഇതിനെ 3 കൊണ്ട്, ഇതിനെയും 3 കൊണ്ട്. നോക്കിയേ, ഇവിടെ 5×2 10 കിട്ടൂലേ, ഇവിടെ 5×3 15 കിട്ടൂലേ, 2:3 റേഷ്യോ അല്ലേ. അപ്പൊ നമുക്കിവിടെ റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. നോക്കിയേ, ഇന്ന് മാറ്റി ചെയ്ത് എത്ര കിട്ടും? 3×6, ഇതൊന്ന് മാറ്റി എഴുതിയാൽ 3×2 6 കിട്ടും, 2×2 4 കിട്ടും. ഇവിടെ 2×3 6 കിട്ടും, 3×3 9 കിട്ടും അല്ലെ. ഫസ്റ്റത്തെ നോക്കി 6 4 10, രണ്ടാമത്തത് 9 6 15, അതായത് 2:3 റേഷ്യോ അല്ല. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 6 + 6 12 കിട്ടും, 9 + 4 13 കിട്ടും. അതായത് 12:13 ആണ് ഇവിടുത്തെ പുതിയ മിക്സറിലെ വാട്ടറും അല്ല മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ. 12:13. ഏതാ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഡിഫറെന്റ് റേഷ്യോയിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടതാണ് രണ്ടിനെയും ഈക്വൽ ആക്കുക. അതായത് രണ്ടിനെയും ഈക്വൽ ആക്കുക. ഇനി നമുക്ക് ഏത് റേഷ്യോയിലോട്ടാണോ മാറ്റേണ്ടത്? ഇപ്പൊ ഉദാഹരണത്തിന് ഇത് 4:3 റേഷ്യോയിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ 4 കൊണ്ട് ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എപ്പോ? ഈക്വൽ ആക്കിയതിന് ശേഷം. കാരണം ഈക്വൽ ആക്കുമ്പോൾ ഓൾറെഡി രണ്ടും 1:1 റേഷ്യോയിലായി. ഇനി ഫസ്റ്റത്തേനെ ഞാൻ പറഞ്ഞ പോലെ 4 കൊണ്ടും രണ്ടാമത്തേനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4:3 റേഷ്യോ. ഇനി നമുക്ക് 5:3 റേഷ്യോയിലാണ് മിക്സ് ചെയ്യണമെങ്കിൽ ഫസ്റ്റത്തേനെ 5 കൊണ്ട് രണ്ടാമത്തേനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി 7:9 റേഷ്യോയിലാണെങ്കിൽ ഫസ്റ്റത്തേനെ 7 രണ്ടാമത്തേനെ 9 റേഷ്യോയിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആദ്യം ചെയ്യേണ്ടത് രണ്ടും ഈക്വൽ ആക്കുക എന്നുള്ളതാണ്. ഈക്വൽ ആക്കുമ്പോൾ 1:1 റേഷ്യോയിൽ കിട്ടും. ഇനി നമുക്ക് ഏത് റേഷ്യോയിലാണ് വേണ്ടത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് പിന്നെ ഇതുപോലെ ആഡ് ചെയ്താൽ പുതിയ മിക്സറിൽ നമുക്ക് മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ എത്ര കിട്ടും. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഇതുവരെ ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. കമന്റ് ചെയ്യും, പറ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. മിക്സറിൽ ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും പരമാവധി ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചു. അല്ല, ഒന്ന് ചെയ്ത് നോക്കിയേ. From a container containing 50 liters of pure milk, 10 liters of milk is taken out and 10 liters of water is added. If this process is repeated 3 times, what is the final ratio between water and milk? ഇതെങ്ങനെ ചെയ്യാം? ഇവിടെ 50 ലിറ്റർ പ്യുവർ മിൽക്ക് ഉണ്ട്. ഇനി ഇവിടെ ഒരു പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. ഈ 50 ലിറ്ററിൽ നിന്നും 10 ലിറ്റർ മിൽക്ക് എടുക്കുന്നു, അവിടെ 10 ലിറ്റർ വെള്ളം ആഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? അപ്പൊ മിക്സറിൽ വെള്ളം പാലും കൂടെ മിക്സ് ആയി അല്ലെ. ഇനി വീണ്ടും ആ മിക്സറിന് 10 ലിറ്റർ മിക്സർ എടുക്കുന്നു, അവിടെ 10 ലിറ്റർ വെള്ളം ആഡ് ചെയ്യുന്നു. വീണ്ടും 10 ലിറ്റർ മിക്സർ എടുക്കുന്നു, 10 ലിറ്റർ വെള്ളം ആഡ് ചെയ്യുന്നു. അങ്ങനെ 3 പ്രാവശ്യം ഈ പ്രോസസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ള മിക്സ്ചറിൽ വാട്ട് ഈസ് ദ ഫൈനൽ റേഷ്യോ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് മിൽക്ക്? ഇപ്പൊ ഈ 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മിക്സ്ചറിൽ വാട്ടറും മിൽക്കും തമ്മിലുള്ള റേഷ്യോ എത്രയാണ് ചോദ്യം. ഒന്ന് ചെയ്തേ, ആരെങ്കിലും ചെയ്തോ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് റേഷ്യോ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ശരിക്കും ഈ 15 ആവശ്യമില്ല, ഫ്രാക്ഷൻ മാത്രം മതി കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇനീഷ്യലും ഫൈനലും തമ്മിലുള്ള റേഷ്യോ നമ്മൾ കാണാൻ പോവാണ് കേട്ടോ. അതായത് ഇനീഷ്യൽ ക്വാണ്ടിറ്റിയും ഫൈനൽ ക്വാണ്ടിറ്റി തമ്മിലുള്ള റേഷ്യോ കാണാൻ പോവാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇനീഷ്യലി അവിടെ മിൽക്ക് ഉണ്ട് അല്ലെ. ആ മിൽക്കിന്റെ ഫസ്റ്റത്തെ പ്രാവശ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മൾ മിൽക്ക് എത്ര ബാക്കി, ഈ മിക്സറിൽ മിൽക്ക് ഇങ്ങനെ ഓരോ പ്രോസസ് കഴിയുമ്പോഴും മിൽക്ക് എത്ര ബാക്കി ഉണ്ടെന്ന് കാണാൻ പോവാ കേട്ടോ. ഇവിടെ നോക്കിയേ, ടോട്ടൽ 50 ലിറ്റേഴ്സിന്റെ മിൽക്കാണ്. അതിൽ നിന്നും 10 ലിറ്റർ മിൽക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10/50 അല്ലെ. അതായത് 20% മിൽക്ക് അവിടുന്ന് എടുത്തു. അപ്പൊ ഇപ്പൊ ഉണ്ടായിരുന്ന മിൽക്കിന്റെ 20% പോയി അല്ലെ. ഇപ്പൊ എത്രയാണോ മിൽക്ക് ഉള്ളത് അതിന്റെ 20% പോയി. എന്നിട്ട് ആ 20% അവിടെ ഇനി ആര് ആഡ് ചെയ്യാണ്? വെള്ളം ആഡ് ചെയ്യണം. അപ്പൊ നോക്കിയേ, 20% പോയി എന്ന് പറഞ്ഞാൽ ബാക്കി 80% ഉണ്ടാവും അല്ലെ. 4/5. ഇനീഷ്യലി ഉണ്ടായിരുന്ന മിൽക്കിന്റെ 4/5 ആണെന്ത് ഇപ്പൊ ഉള്ളത്. ഇനി ഇനീഷ്യലി ഉണ്ടായിരുന്ന മിൽക്കിന്റെ 4/5 ഉണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്തായി? വെള്ളം ആഡ് ചെയ്തു. ഇനി അതിൽ വെള്ളമുണ്ട്, മിൽക്കും. ഇനി നമ്മൾ വീണ്ടും രണ്ടാമത് ആ പ്രൊസീജിയർ ചെയ്യാം. അപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോഴും ടോട്ടൽ ക്വാണ്ടിറ്റി മാറുന്നുണ്ടോ? ഇല്ല. 10 ലിറ്റർ മിൽക്ക് എടുത്തെങ്കിൽ അവിടെ 10 ലിറ്റർ വെള്ളം ഒഴിച്ചതുകൊണ്ട് ടോട്ടൽ ക്വാണ്ടിറ്റി സെയിം ആണ് അല്ലെ. ഇപ്പൊ അവിടെ 50 ലിറ്റർ മിക്സർ ഉണ്ട്. 50 ലിറ്റർ മിക്സറിന് വീണ്ടും 10 ലിറ്റർ മിക്സർ എടുക്കാൻ പോവാണ്. ഫസ്റ്റ് പ്രാവശ്യം എടുത്തപ്പോൾ അതിൽ പ്യുവർ മിൽക്ക് ആയിരുന്നു അല്ലെ. 10 ലിറ്റർ എടുത്താൽ മൊത്തം മിൽക്കാ വരുന്നത്. കാരണം എന്തുകൊണ്ടാ? അവിടെ മിക്സർ എന്ന് പറഞ്ഞാൽ ഫുൾ മിൽക്കിന്റെ മാത്രമാണ് അല്ലെ. മിക്സർ ഇല്ല, അതിൽ വെറും മിൽക്ക് മാത്രമാണ്. പക്ഷെ ഇപ്പൊ അത് മിക്സ് ആയി പോയി, വെള്ളം ഒഴിച്ച് മിക്സ് ആയി. ഇനി അതിൽ നിന്നും 10 ലിറ്റർ എടുക്കുമ്പോൾ പ്രശ്നം എന്താ? പ്രശ്നമല്ല. നോക്കിയേ,
50 ലിറ്ററിന് വീണ്ടും 10 ലിറ്റർ എടുക്കുകയാണ്. 10 ലിറ്റർ എടുക്കുന്ന വീണ്ടും 20% എടുക്കുകയാണ് അല്ലെ. അതായത് മിക്സറിന്റെ 20% എടുക്കുകയാണ്. മിക്സർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഹോമോജീനിയസ് മിക്സർ ആണ്, വെള്ളം പാലൊക്കെ അല്ലെ. എവിടുന്ന് എടുത്താലും ഒരേപോലെ ആയിരിക്കും. അതായത് എവിടുന്ന് നമ്മൾ എടുത്താലും റേഷ്യോ സെയിം ആയിരിക്കും. അപ്പൊ 20% മിക്സർ എടുക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ടോട്ടൽ മിക്സറിന്റെ 20% എടുക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം മിൽക്കിന്റെ 20% എടുക്കും, വാട്ടറിന്റെ 20% എടുക്കും കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ മിൽക്കിന്റെ മാത്രമാണ് നോക്കുന്നത്. കാരണം മിൽക്ക് ആദ്യം ഉണ്ടായിരുന്ന മിൽക്കിന്റെ 4/5 ആണ് ഇപ്പോൾ ഉള്ളത്. ഇനിയോ ഇപ്പൊ ഉള്ള മിൽക്കിന്റെ 4/5 അല്ലെ. ഞാൻ പറഞ്ഞു എടുക്കുമ്പോൾ മിൽക്കും 20% എടുക്കും, വാട്ടറും 20% എടുക്കും. വാട്ടർ നമ്മൾ കൗണ്ട് ചെയ്യണ്ട. വാട്ടർ 20% എടുത്തിട്ട് വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മിൽക്ക് മാത്രം നോക്കിയാൽ മതി. ആദ്യം ഉണ്ടായിരുന്ന മിൽക്കിന്റെ 4/5 ഇപ്പോ ഉള്ളൂ. രണ്ടാമത്തെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ വീണ്ടും ബാക്കിയുള്ളതിന്റെ 4/5 ആയിട്ട് ചെറുതായി. ഇനി ഇതേ പ്രോസസ് ഒന്നും കൂടെ ചെയ്താലോ? നോക്കിയേ, ഇതേ പ്രോസസ് വീണ്ടും ചെയ്യണം. അപ്പോഴും ടോട്ടൽ മിക്സർ 50 ആണ്, 10 ലിറ്റർ മിക്സർ ആണ് എടുക്കുന്നത് അല്ലെ. 20% വീണ്ടും എടുക്കുക. അപ്പൊ 20% വീണ്ടും എടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എത്രയാണോ മിൽക്ക് ബാക്കിയുള്ളത് അതിന്റെ 20% വീണ്ടും എടുക്കും, 20% വാട്ടർ കൊടുക്കും അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയാൽ മിൽക്കിന്റെ മാത്രം നോക്കുമ്പോൾ ആദ്യം അതിന്റെ 20% കുറഞ്ഞു, പിന്നെ വീണ്ടും 20% കുറഞ്ഞു, പിന്നെ വീണ്ടും 20% കുറയും. ഇനി ഒരു പ്രാവശ്യം കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും 20% കുറയും. 20% കുറയാന്ന് അർത്ഥം എന്താ? 80% ആവും. അതുകൊണ്ടാണ് നമ്മൾ 4/5 കൊടുത്തത്. അങ്ങനെ ഇപ്പൊ ബാക്കിയുള്ള മിൽക്കാണെന്ത്? മിൽക്ക് നമുക്ക് തന്നിട്ടില്ല അല്ലെ. ബാക്കിയുള്ളതാണെന്ത്? ഫൈനൽ മിൽക്ക്. ഇനീഷ്യൽ മിൽക്ക് ഇത്രയായിരുന്നെങ്കിൽ ഫൈനൽ മിൽക്ക് എത്രയാണ്? ഇത്രയാണ്. അപ്പൊ ഇനീഷ്യൽ മിൽക്കും ഫൈനൽ മിൽക്കും നമ്മൾ റേഷ്യോ നോക്കിയേ. ഇനീഷ്യൽ ബൈ ഫൈനൽ എത്ര ഉണ്ടാവും? ഇനീഷ്യൽ ബൈ ഫൈനൽ എന്ന് പറഞ്ഞാൽ 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ഡിവൈഡഡ് ബൈ 4 ക്യൂബ് അല്ലെ. ഇനീഷ്യൽ ബൈ ഫൈനൽ, ഫൈനൽ ഞാൻ അപ്പുറം കൊണ്ടുവന്നു. ഈ 5 ക്യൂബ് അപ്പുറം പോകും 125 ആവും. 4 ക്യൂബ് താഴോട്ട് വരും 64 ആവും. ഇതാണ് ഇനീഷ്യലും ഫൈനലും തമ്മിലുള്ള മിൽക്കിന്റെ റേഷ്യോ. ഇനീഷ്യലി അവിടെ 125 ലിറ്റർ റേഷ്യോ ആട്ടോ, 120 യൂണിറ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ അതിൽ 64 മിൽക്കേ ഉള്ളൂ. അപ്പൊ നമ്മളോട് ചോദ്യം എന്താ? വാട്ടറിന്റെ മിൽക്കിന്റെ റേഷ്യോ ആണ്. അപ്പൊ ഇനീഷ്യലി 125 അർത്ഥം എന്താ? ടോട്ടൽ അവിടെ 125 ലിറ്റർ മിക്സർ ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ 125 എത്രയേ ഉള്ളൂ? 64 ഉള്ളൂ മിൽക്ക്. ബാക്കി എത്രയാ? 125 64 പോയാൽ ബാക്കി 61 എന്താണ്? വാട്ടർ ആണ്. ഇതാണ് റേഷ്യോ. 61:64. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. അല്ല ഡി എന്ന് പറഞ്ഞ്, ഡി ആണോ? ഇനി അല്ലല്ലോ. ഇനീഷ്യൽ ബൈ ഫൈനൽ അല്ലെ. ഇനീഷ്യൽ ബൈ ഫൈനൽ എന്ന് പറഞ്ഞാൽ 125/64 ആണ്. 125 തുടക്കത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ അതെന്തേ ഉള്ളൂ? 64 ആണ്. 64 മിൽക്ക് ഉണ്ടെങ്കിൽ ബാക്കി 61 ഇപ്പൊ എന്താണ്? വാട്ടർ ആണ്. ഇതേ പ്രൊസീജിയർ വീണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ഒരു 4/5 കൊടുത്താൽ മതി. ഇതിപ്പോ 20% എടുത്തുകൊണ്ടാട്ടോ. ഇതിപ്പോ 10% ആണ് എടുത്തു. ഉദാഹരണത്തിന് ഈ 50 ലിറ്ററിൽ 5 ലിറ്റർ എടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. 5 ലിറ്റർ എടുത്തു പറഞ്ഞാൽ അർത്ഥം എന്താ? 10% എടുത്തു. ഇനി പെർസെന്റേജ് തന്നെ നോക്കണമെന്നൊന്നുമില്ല. 5 ലിറ്റർ എടുത്തു പറഞ്ഞാൽ 5/50 എടുത്തു കേട്ടോ. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? 45/50. അതായത് നമ്മൾ പെർസെന്റേജ് കണക്കിൽ പറഞ്ഞാൽ 90% ഉണ്ടാവും. ഇപ്പൊ ഇതേ ക്വസ്റ്റ്യൻ 10ന് പകരം 5 ആയിരുന്നെങ്കിൽ a × 9/10 × 9/10 × 9/10. ഇതാണ് ഫൈനൽ മിക്സർ. അപ്പൊ ഇത് ഇനീഷ്യലും ഫൈനലും തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടും. എത്ര കിട്ടും? 100/729 കിട്ടും. അതായത് 100 ആയിരുന്നു ഇനീഷ്യൽ മിക്സർ, ഇപ്പൊ അത് 729 ആയിട്ട് കുറഞ്ഞു മിൽക്ക്. അപ്പൊ ബാക്കിയുള്ള 271 പറഞ്ഞാൽ വാട്ടർ ആയിരിക്കും. ഓക്കെ ആണോ? മാക്സിമം ചോദിക്കാൻ പറ്റുന്ന ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിന്റെ അപ്പുറത്തേക്കൊന്നും വേറെ ചോദിക്കൂല കേട്ടോ. അപ്പൊ ഒരു ഐഡിയ കിട്ടിയ ഏകദേശം? സംശയമുള്ള ആൾ ഒന്നും കൂടി ഒന്ന് എടുത്ത് വീഡിയോ ഒന്ന് എടുത്ത് കാണാം കേട്ടോ. ഒരു ഐഡിയ കിട്ടിയോ? എങ്ങനെയാണ് ഇത് വന്നത്? കിട്ടിയോ? CGL-നൊക്കെ ചോദിക്കാറുണ്ട് ഈ ടൈപ്പ് ഓഫ് ചോദ്യം. ഇനിയിപ്പോ ഡിഫറെന്റ് മിക്സർ ആണ് എടുക്കുന്നെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഒറ്റ കണ്ടീഷൻ ഇവിടെ എടുക്കുന്നുള്ളൂ. എത്ര പെർസെന്റേജ് എടുത്താലും, ഇപ്പൊ നമ്മൾ 40%, ഇപ്പൊ ഒരു മിക്സറിന്റെ 40% നമ്മൾ എടുത്താൽ അതിന്റെ അർത്ഥം എന്താ? അതായത് പാലും മിൽക്കും വാട്ടറും ഉള്ള ഒരു മിക്സർ ആണ്. അതിന്റെ 40% നമ്മൾ എടുത്താൽ 40% എവിടുന്ന് എടുക്കും? മിൽക്കും എടുക്കും, 40% വാട്ടറും ആയിരിക്കും. ആ ഒരു കണക്റ്റാണ് ഇവിടെ ചെയ്തത് കേട്ടോ. അതായത് 20% ആണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ 20% ഓരോ പ്രാവശ്യം ടോട്ടൽ മിക്സറിന്റെ 20% എടുക്കുമ്പോൾ 20% എന്താ പോരുന്നത്? മിൽക്കാണ് പോകുന്നത്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന മിൽക്ക് 20% കുറഞ്ഞു, അത് 80% ആയി. അതാണ് ഈ 4/5. പിന്നെ വീണ്ടും 20% കുറഞ്ഞു, അതാണ് 4/5. പിന്നെ വീണ്ടും കുറഞ്ഞു. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ? ഓക്കെ ആണോ എന്ന് പറഞ്ഞേ? ഈ ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കണ്ട കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ റെയർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരു പ്രാവശ്യം ഏതൊരു RRB JEU അങ്ങനെ ഏതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചത് കൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ NTPC പരീക്ഷക്കാണെങ്കിൽ ചോദിച്ച് കണ്ടിട്ടും ഇല്ല. പക്ഷെ ചോദിക്കൂല എന്നും പറയാൻ പറ്റൂല കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അലിഗേഷൻ നോക്കാം കേട്ടോ. അലിഗേഷൻ നോക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. കുറച്ച് കാര്യങ്ങൾ. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ രണ്ട് ക്വാണ്ടിറ്റി തമ്മിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ
ചോദ്യം ഇങ്ങനെ ആയിരിക്കും, രണ്ട് ക്വാണ്ടിറ്റി നമ്മൾ മിക്സ് ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്താലാണ് ആ പുതിയ ക്വാണ്ടിറ്റി കിട്ടുക എന്ന ചോദ്യം. ഉദാഹരണത്തിന് ഒരു വലിയ വില കൂടിയ അരി ഉണ്ട്, വില കുറഞ്ഞ അരി ഉണ്ട് അല്ലെ. വില കൂടിയ അരി ഒരുപാട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും, വില കുറവായിരിക്കും. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് പുതിയ ടൈപ്പ് ഓഫ് അരി ഉണ്ടാക്കാൻ പറ്റും, അതിന്റെ വില പുതിയ വിലയായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യമായിരിക്കും. ഇത് നമ്മളെ അലിഗേഷൻ, അത് നമ്മൾ എന്താണ്, നമ്മുടെ ആവറേജിലുള്ള ഒരു ടൈപ്പ് ഓഫ് മെത്തഡാണ്. അതായത് ഒരു ഗ്രൂപ്പിന്റെ ആവറേജ് A1 ആണ്, അതിന്റെ നമ്പർ N1 ആണ്. വേറെ ഗ്രൂപ്പിന്റെ ആവറേജ് A2 ആണ്, അതിന്റെ നമ്പർ N2 ആണ്. ആവറേജ് ഉദ്ദേശിച്ചത് എന്തും ആവാം, ആവറേജ് പ്രൈസ് ആവാം, ആവറേജ് വെയിറ്റ് ആവാം, ആവറേജ് ഹൈറ്റ് ആവാം. അതായത് രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഗ്രൂപ്പിന്റെ ആവറേജ് A1 ഉം അതിന്റെ നമ്പർ N1 ആണ്, ഒരു ഗ്രൂപ്പിന്റെ ആവറേജ് A2 അതിന്റെ നമ്പർ N2 ആണ്. അപ്പൊ നമ്മൾ ആവറേജ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇത് വെയിറ്റ് എന്താണ്, ഇത് ഒരുമിച്ച് രണ്ടും കൂടെ ഒറ്റ മിക്സർ ആക്കിയാൽ ആവറേജ് A ആണെങ്കിൽ അത് കാണാൻ ഇക്വേഷൻ എന്താ, A1 N1 പ്ലസ് A2 N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഇതാണ് ആവറേജ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും തരിക, ഒരു റൈസിന്റെ വില 30 ആണ്, വേറെ റൈസിന്റെ വില 40 ആണ്. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 24 വിലയുള്ള ഒരു റൈസ് ഉണ്ടാക്കണമെങ്കിൽ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം എന്നായിരിക്കും ചോദ്യം. അപ്പൊ ചോദ്യം എന്താ, 30 ഇതാണ് ഫസ്റ്റത്തെ ക്വാണ്ടിറ്റിന്റെ ആവറേജ് പ്രൈസ്, ഇതാണ് രണ്ടാമത്തെ ക്വാണ്ടിറ്റിന്റെ ആവറേജ് പ്രൈസ്. നോക്കിയേ, ഇതാണ് A1, ഇതാണ് A2, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്നതാണ് A. നമുക്ക് വേണ്ടത് N1 ഉം N2 ആണ്. അങ്ങനെയാണ് ഈ രണ്ടും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന് കിട്ടണം. അപ്പൊ ഈ രണ്ടും തമ്മിലുള്ള റേഷ്യോ, അതായത് N1 ഉം N2 തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കിട്ടേണ്ടത്. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി എത്ര കിട്ടും. ഈ N1 N2 കൊണ്ട് അതിന് മൾട്ടിപ്ലൈ ചെയ്താൽ A_N1 പ്ലസ് A_N2 is equal to A1 N1 പ്ലസ് A2 N2. ഇതാണ് എക്സ്പാൻഡ്. ഇനി ഒന്നും കൂടെ നമുക്ക് N1 N2 തമ്മിലുള്ള റേഷ്യോ വേണ്ടത്. അത് തിയറി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. N1 രണ്ടും ഒരുമിച്ച് എഴുതണം. ഇത് N1, ഇവിടെ N1 ഒരുമിച്ച് എന്ത് കിട്ടും, ഈ A_N1 ഉം A1 N1 ഞാൻ ഒരുമിച്ച് എഴുതാൻ പോകണം. അതിൽ നിന്ന് N1 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ A മൈനസ് A1 അല്ലെ. ഇനി N2ന്റെ ടേംസ് എല്ലാം ഞാൻ റൈറ്റ് സൈഡിൽ എഴുതാൻ പോകണം. ഇവിടെ ഓൾറെഡി A2 N2 ഉണ്ട്, ഈ A_N2 ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് N2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്ത് കിട്ടും, A2 മൈനസ് A ആണ്. ഓക്കെ ആണോ? നോക്കിയേ, ഇനി N1 ബൈ N2 എന്താണ്, N1 ബൈ N2 എന്ന് പറഞ്ഞാൽ A2 മൈനസ് A ഡിവൈഡഡ് ബൈ A മൈനസ് A1. ഇങ്ങനെയാണ് നമ്മൾ അലിഗേഷൻ ചെയ്യുക. ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതായത് നമുക്ക് ഏത് റേഷ്യോയിലാണ്, ഇപ്പൊ നമ്പർ ബൈ നമ്പർ 2, N1 ബൈ N2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ക്വാണ്ടിറ്റി, രണ്ടാമത്തെ ക്വാണ്ടിറ്റി നമ്മളെ നമ്പറിന്റെ റേഷ്യോ, അത് കിട്ടണം എന്ത് ചെയ്താൽ മതി, A2 മൈനസ്, ഇപ്പൊ ഇവിടെയാണെങ്കിൽ A2 മൈനസ് A, അതാണ് ഫസ്റ്റത്തെ ക്വാണ്ടിറ്റിന്റെ റേഷ്യോ. ഇനി രണ്ടാമത്തെ N2 ആണെങ്കിലോ A മൈനസ് A1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, രണ്ടാമത്തെ ക്വാണ്ടിറ്റിന്റെ റേഷ്യോയും കിട്ടും. അതായത് ഇതിന്റെ റേഷ്യോ N1:N2 കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നോക്കിയേ, N1 കിട്ടണമെങ്കിൽ A2 മൈനസ് A. നോക്കിയേ, A2 മൈനസ് A, അതായത് 40 മൈനസ് 24 എത്രയാണ്, സോറി 24 അല്ല, ഇവിടെ 34 കേട്ടോ. 24 എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല, 34 ആണ്. 40 മൈനസ് 34 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഓക്കെ ആണോ? ഇനി N2 ആണെങ്കിലോ A മൈനസ് A1, 34 മൈനസ് 33 ആണ്, 4 ആണ്. 6:4 എന്ന് പറഞ്ഞാൽ 3:2. അതായത് ഈ രണ്ട് ക്വാണ്ടിറ്റിയും 3:2 റേഷ്യോയിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, 34 പ്രൈസ് ഉള്ള ഒരു റൈസ് കിട്ടുക കേട്ടോ. അതായത് 30ഉം 40ഉം ആവറേജ് ഉള്ള രണ്ട് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് 34 ഉള്ള ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അത് ഏത് റേഷ്യോയിലായിരിക്കണം, 3:2 റേഷ്യോയിലാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, 34 ആവുള്ളൂ. അതായത് ഒരു ജനറലി പറയുകയാണെങ്കിൽ ഈ യൂണിറ്റിന്റെ ആവറേജ് 30ഉം ഈ യൂണിറ്റിന്റെ ആവറേജ് 40ഉം ആണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കിയപ്പോൾ ആവറേജ് 34 ആയെങ്കിൽ ഇത് രണ്ടും നമ്മൾ റേഷ്യോ എന്താ, 6:4 അല്ലെങ്കിൽ 3:2 ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഔട്ട്ലൈന് വേണ്ടി പറഞ്ഞതാണ്. എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഒരു പ്രൈസ് ഉണ്ട്, മിക്സ് ചെയ്തിട്ട് മൂന്നാമതൊരു പ്രൈസ് ഉണ്ടാക്കണമെങ്കിൽ ഇത് ക്രോസ് ചെയ്തിട്ട് താഴോട്ട് എഴുതുക. അതായത് ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് താഴോട്ട് ക്രോസിന് എഴുതുക കേട്ടോ. ക്രോസിന് എഴുതുമ്പോൾ കിട്ടിയ വാല്യൂ ഇവിടെ താഴോട്ട് എഴുതുക. ഇനി ഇത് രണ്ടും ക്രോസ് ഡിഫറൻസ് എടുത്ത വാല്യൂ റൈറ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് ഈ ഫസ്റ്റ് ക്വാണ്ടിറ്റിന്റെ വാല്യൂ ആണെങ്കിൽ അതിന്റെ താഴെ വരുന്നുണ്ടാവുക N1. രണ്ടാമത്തെ ക്വാണ്ടിറ്റിന്റെ നമ്പർ കാണണമെങ്കിൽ അത് താഴെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് അലിഗേഷൻ ചെയ്യുക, ഇത് നമുക്ക് തുടക്കത്തിൽ പറയുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിത് ഒന്ന് ഇരുന്ന് കുറച്ച് ക്വസ്റ്റൻസ് ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആവറേജ് എന്ന് പറഞ്ഞ സംഭവത്തിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് വൃത്തിക്ക് അറിയുന്നുണ്ടെങ്കിൽ, അതായത് ആവറേജ് നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്തു, ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ആ പ്രോബ്ലത്തിൽ ഒരുപാട് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, അതുപോലെ നമ്മളെ ആവറേജിന്റെ മെറ്റീരിയൽ എടുത്തിട്ട് അതിലെ ക്വസ്റ്റൻസ് കൊണ്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, ഇനി പറയാൻ പോകുന്ന മെത്തേഡ് വെച്ചിട്ട്. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഒരു ഒറ്റ എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞേ, ഇനി 20ഉം 35ഉം
20ഉം 35ഉം പ്രൈസുള്ള 2 റൈസ് മിക്സ് ചെയ്തിട്ട് 27 പ്രൈസുള്ള റൈസ് ഉണ്ടാക്കാൻ പോവുക. ഏത് റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടത് പറഞ്ഞേ. ഒരു റൈസിന്റെ പ്രൈസ് 20ആണ്, വേറെ റൈസിന്റെ പ്രൈസ് 35ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 27 വിലയുള്ള ഒരു റൈസ് ഉണ്ടാക്കാൻ പോകണം. ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം? അല്ലെങ്കിൽ ചോദ്യം, ഒരു ഗ്രൂപ്പിന്റെ ആവറേജ് 20ആണ്, വേറെ ഗ്രൂപ്പിന്റെ ആവറേജ് 35ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ ആവറേജ് 27 ആയെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ റേഷ്യോ എന്താ എന്ന് പറഞ്ഞേ. ഇത് A1 ആണ്, ഇത് A2 ആണ്. ഒന്ന് പറഞ്ഞേ ഏതാ റേഷ്യോ? അങ്ങനെയാണെങ്കിൽ N1 N2 ഇതും നമ്മൾ മിക്സ് ചെയ്ത റേഷ്യോ കാണാൻ എന്ത് ചെയ്താൽ മതി? നോക്കിയേ, 35 - 27 എത്രയാണ്? 8. അതാണ് ഈ റേഷ്യോ, അതായത് N1. ഇനി അതുപോലെ തന്നെ 27 - 20 എത്രയാ? 7. അതാണ് N2. അതാണ് ഇതിന്റെ റേഷ്യോ. ഓക്കെ ആണോ? അതേപോലെ തന്നെ കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഈ മിക്സ് ചെയ്ത് കിട്ടുന്ന വാല്യൂ, നടുവിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂവിന്റെ ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആവറേജ് ഇല്ലേ? ആവറേജ് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ആ രണ്ട് ഗ്രൂപ്പിന്റെ ആവറേജിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഈ വാല്യൂ കിട്ടൂല, ഈ വാല്യൂ കിട്ടൂല, ഇതിന്റെ ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ ആണോ? അതുകൊണ്ടാണ് 27. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആദ്യം 24 എഴുതിയിട്ട് ഞാൻ മാറ്റി കളഞ്ഞു അല്ലെ. 24 ഇവിടെ കിട്ടൂല. 30ഉം 40ഉം വിലയുള്ള രണ്ട് ടൈപ്പ് ഓഫ് റൈസുകൾ അല്ലെങ്കിൽ രണ്ട് ആവറേജ് ഉള്ള രണ്ട് ഗ്രൂപ്പുകൾ മിക്സ് ചെയ്താൽ ഒരിക്കലും 30-നേക്കാളും താഴെയുള്ള 24 കിട്ടൂല, അല്ലെങ്കിൽ 40-നേക്കാളും മുകളിലുള്ള ഒരു വാല്യൂ കിട്ടൂല. എപ്പോഴും 30-നും 40-നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം 24 എഴുതിയിട്ട് അത് വെട്ടിയിട്ട് 34 ആക്കിയത് കേട്ടോ. അതൊരിക്കലും പോസിബിൾ അല്ല അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് 80:7. അങ്ങനെയാണ് ഈ ചോദ്യം പെട്ടെന്ന് ചെയ്തേ. ഇനി പെട്ടെന്ന് തീരും. പറഞ്ഞേ, പെട്ടെന്ന് പറ. ഇൻ വാട്ട് റേഷ്യോ ഷുഡ് ടു വെറൈറ്റീസ് ഓഫ് ടീ അറ്റ് 300 and 400 per kilogram respectively be mixed so that the mixture is worth 320? 300ഉം 400ഉം വിലയുള്ള രണ്ട് ടീ മിക്സ് ചെയ്തിട്ട് 320 വിലയുള്ള റൈസ് ഉണ്ടാക്കണം. അങ്ങനെ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം? അതായത് ഇതൊക്കെ അതിന്റെ കോസ്റ്റ് പ്രൈസ് ആട്ടോ. ഇതൊക്കെ അതിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്. ഒരു ടീന്റെ കോസ്റ്റ് പ്രൈസ് 300 ആണ്, വേറെ ടീന്റെ 400 ആണ്. അത് മിക്സ് ചെയ്താൽ കിട്ടുന്ന 320 കോസ്റ്റ് പ്രൈസ് ഉള്ള ഒരു റൈസ് മിക്സ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം? സിമ്പിൾ അല്ലേ? ചെയ്ത് നോക്കിയേ. ഫസ്റ്റത്തത് 300 ആണ്, രണ്ടാമത്തെ 400 ആണ്. മിക്സ് ചെയ്തിട്ട് എത്ര കിട്ടണം? 320. ചെയ്തൂടെ? 400ന്റെ 320ന്റെ ഡിഫറൻസ് 80. 300ന്റെ 320ന്റെ ഡിഫറൻസ് എത്രയാ? 20. 80:20 എന്ന് പറഞ്ഞാൽ 80:2. 80:2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 80:2 പറഞ്ഞാൽ 4:1. ഏതാ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവിടെയല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇനി അടുത്ത ഏത്? ബേസിക് ചോദ്യം കേട്ടാ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതും ബേസിക് ചോദ്യം. അതൊന്നും ചെയ്തേ. In what ratio should lentils costing rupees 77.5 kilogram be mixed with the lentils costing 83.5 kilogram to get the average price of 80? അതായത് 77.5 പ്രൈസുള്ള ഒരു സാധനവും 83.5 പ്രൈസുള്ള ഒരു സാധനം കൂടെ മിക്സ് ചെയ്തിട്ട് 80 പ്രൈസുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ പോവാം. അങ്ങനെയാണ് ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം? പറഞ്ഞേ, പെട്ടെന്ന് പറ. നേരത്തെ ചെയ്ത പോലെ തന്നെ പറഞ്ഞേ. അതെ, ഡി എന്ന് പറയുന്നല്ലേ ആണോ? ഫസ്റ്റത്തത് 77.5 ആണ്, രണ്ടാമത്തത് 83.5 ആണ്. മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതോ 80 ആണ്. ആൻസർ ആയില്ലേ? നോക്കിയേ, 83.5ന്റെയും 80ന്റെ ഡിഫറൻസ് പറഞ്ഞാൽ 3.5 ആണ്. 80ന്റെയും 77.5ന്റെ ഡിഫറൻസ് പറഞ്ഞാൽ 2.5 ആണ്. ഇതാണ് റേഷ്യോ. 3.5 2.5 രണ്ടിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 35:25. ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 7:5. ഏതാ ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാവരും ഡി എന്ന് പറയുന്നില്ലേ? അപ്പൊ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഡയറക്റ്റ് ഇത്രയും ഏറ്റവും ബേസിക് ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ചെയ്യാതിരിക്കരുത്. അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്ന പോലെ N1 N1 + N2 A2 ഡിവൈഡഡ് ബൈ N1 + N2 ആ ഇക്വേഷനിൽ നിന്നിട്ട് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകരുത്. നേരെ രണ്ട് വാല്യൂസ് റൈറ്റ് സൈഡിൽ എഴുതുക, നടുവിൽ കിട്ടേണ്ട വാല്യൂ എഴുതുക, എന്നിട്ട് രണ്ടും കൂടെ അലിഗേഷൻ എടുത്ത താഴെ കിട്ടുന്നതിന്റെ റേഷ്യോ ആയിരിക്കും. അപ്പൊ എല്ലാ ചോദ്യവും ഇങ്ങനെ ചോദിക്കണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ അധിക ചോദ്യം എന്തായിരിക്കും? ഇങ്ങനെ 3 തരും, താഴെ റേഷ്യോ കാണാൻ പറയും. ചിലപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് റേഷ്യോ തരും, ഈ രണ്ട് വാല്യൂസും തരും, ഈ വാല്യൂ കാണാണ്ടാവില്ല. അല്ലെങ്കിലോ ഈ വാല്യൂ നമുക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ ഈ നടുവിലെ വാല്യൂ തരേണ്ടി വരും. ഇങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. എങ്ങനെ വന്നാലും നമ്മൾ ചെയ്യാൻ പഠിക്കണം. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളും കൂടെ നമുക്ക് കുറച്ചൊന്ന് നോക്കാം. ചെയ്ത് നോക്കിയേ. 2 types of rice priced at rupees 38 per kg and rupees 42 per kg are mixed in equal quantity and sold at rupees 45 per kg. Find percentage profit. ചെയ്ത് നോക്കിയേ. ഇവിടെ 38 വിലയുള്ള ഒരു സാധനവും 42 വിലയുള്ള എന്താ സംഭവം? എന്താണ്? റൈസ് അല്ലെ. രണ്ടും കൂടെ മിക്സ് ചെയ്തു, ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് മിക്സ് ചെയ്തു. അപ്പൊ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ. മിക്സ് ചെയ്ത റേഷ്യോ എന്താണ്? 1:1 ആണ്.
in equal quantity and sold at rupees 45 per kilogram. Find the percentage profit. ഒന്ന് പറഞ്ഞേ ഇതെങ്ങനെ ചെയ്യാം? സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഒന്ന് നോക്കിയേ. അതായത് ഫസ്റ്റത്തെ റൈസിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 38 ആണ്, രണ്ടാമത്തെ പ്രൈസ് 42 ആണ്. പല ആൾക്കാർ നടുവിൽ 45 എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെ? നടുവിൽ 45 എഴുതുക. കാരണം നടുവിൽ 45 ആവശ്യമില്ല. നടുവിൽ 45 നമുക്ക് എന്താ കിട്ടുക? അതിന്റെ റേഷ്യോ കിട്ടും അല്ലെ? റേഷ്യോ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കുന്ന റേഷ്യോ എന്താണ്? ഈക്വൽ ക്വാണ്ടിറ്റി ആണ്. ഈക്വൽ ക്വാണ്ടിറ്റി ആണ് 1:1 ആണ്. പക്ഷെ ഇവിടെ 45 എഴുതാൻ പാടില്ല. 45 ആണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. ഒരിക്കലും ഞാൻ പറഞ്ഞു 38ഉം 42 ഉള്ള രണ്ട് സാധനങ്ങൾ തമ്മിൽ മിക്സ് ചെയ്താൽ എപ്പോഴും 38ന്റെയും 48ന്റെയും ഇടയ്ക്കുള്ള ഒരു സാധനം കിട്ടുള്ളൂ. ഇവിടെ 45 കിട്ടുമോ? 45 നോക്കിയാൽ 42നേക്കാളും വലുതല്ലേ? അപ്പൊ ഒരിക്കലും 45 ഇവിടെ നടുവിൽ വരൂല. പിന്നെ ഏതാ നടുവിൽ വരിക? നടുവിൽ വരുന്ന വാല്യൂ നമ്മൾ കാണണം കേട്ടോ. ഇപ്പൊ ഈ 45 എന്താ? 45 എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സോൾഡ് അറ്റ് 45. ഇങ്ങനെ മിക്സ് ആക്കിയ ഒരു രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് അരി കിട്ടി. ആ അരി അയാൾ വിൽക്കുന്നത് 45 രൂപക്കാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇത് മിക്സ് ആക്കിയാൽ എത്ര രൂപേന്റെ അരിയാണ് കിട്ടുക എന്നുള്ളത് ആദ്യം കാണണം. എന്നിട്ട് ആ അരി 45 രൂപക്ക് വിറ്റാൽ എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് കാണണം. നോക്കിയേ, അപ്പൊ സാധാരണ ഞാൻ പറഞ്ഞു, സാധാരണ നമുക്ക് ഈ വാല്യൂ തരും, ഈ വാല്യൂ തരും. ഇവിടെ നടുവിൽ ഒരു എക്സ് എന്ന വാല്യൂ കാണേണ്ടി വരും, അല്ല അതും തരും. എന്നിട്ട് നമുക്ക് താഴത്തെ റേഷ്യോ ആണ് കാണാം. ഇവിടെ താഴത്തെ റേഷ്യോ ഓൾറെഡി തന്നിട്ടുണ്ട് 1:1. അതായത് ഈ അരിയും ഈ അരിയും കൂടെ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്താൽ നമുക്ക് നടുവത്തെ വാല്യൂ കാണാൻ ചെയ്താൽ മതി. ഇതിന്റെ രണ്ടിന്റെ നേരെ ആവറേജ് എടുത്താൽ മതി. അപ്പോ ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ആവറേജ് എന്താ? ഇതിന്റെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാണാൻ എന്ത് ചെയ്താൽ മതി? 38നെയും 42ന്റെ ആവറേജ് എടുത്താൽ മതി. 38നെയും 42ന്റെ ആവറേജ് എന്താ? 38 + 42 80. 80/2 എത്ര കിട്ടും? 40 കിട്ടും. അതായത് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഇതെടുക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്താൽ എത്ര കിട്ടുക? അതിന്റെ പ്രൈസ് 40 ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഈ മിക്സ് ചെയ്യുന്ന അരിന്റെ വില എന്ന് പറഞ്ഞാൽ 40 ആണ്. ഈ 40 പ്രൈസുള്ള അരിയാണ് ഇയാൾ 45ന് വിൽക്കുന്നത്. ഇതാണ് ഇയാളുടെ കോസ്റ്റ് പ്രൈസ്, ഇതാണ് ഇയാളുടെ സെല്ലിംഗ് പ്രൈസ്. 40 ഉള്ള സാധനം 45ന് വിറ്റാൽ എത്രയാണ് പ്രോഫിറ്റ് എന്നാ ചോദ്യം. 40 ഉള്ള സാധനം 45ന് വിറ്റാൽ പ്രോഫിറ്റ് എത്രയാണ്? 5 ആണ് പ്രോഫിറ്റ്. പക്ഷെ നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്. അപ്പൊ 5/40. 5/40 എന്ന് പറഞ്ഞാൽ 1/8. 1/8 എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ 12%. ഇനി അങ്ങനെ അറിയാത്തവർ 1/8 × 100 ചെയ്യുക. അപ്പൊ 100/8 എന്ന് പറഞ്ഞാൽ ചെയ്യും, എന്ത് കിട്ടും? 12.5% കിട്ടും. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഞാൻ നടുവിൽ 45 എടുക്കാത്തത്? ഇപ്പൊ മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ, മനസ്സിലായോ? കാരണം 45 ഒരിക്കലും നടുവിൽ വരൂല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ അല്ലാതെ ഒരു വാല്യൂ ഇതിന് വരൂല അല്ല. അതായത് 38ന്റെ 48, 38നേക്കാൾ വലുതായിരിക്കണം, 42നേക്കാൾ ചെറുതായിരിക്കണം. ഇവിടെ 45 നടുവിൽ എടുക്കാൻ പാടില്ല. 45 എടുത്താൽ അപ്പൊ തന്നെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ലോജിക്ക് മനസ്സിലായത് തെറ്റാണ്. പക്ഷെ എന്നിട്ട് 45 എടുക്കാത്തത് കൊണ്ടാണ്. ശരിക്കും എടുക്കാത്തത് ആ കാരണം കൊണ്ടല്ല. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഏത് വാല്യൂ എടുക്കാൻ പറ്റും എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ 45 ഇവിടെ വരാത്തത് എന്തുകൊണ്ടാണ്? അത് ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനേക്കാളും ചെറിയൊരു കോസ്റ്റ് പ്രൈസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക കേട്ടോ. ഇതിപ്പോ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ കറക്റ്റ് 38 + 42/2 40 എടുത്തത് കേട്ടോ. ഇതിപ്പോ ഡിഫറെന്റ് റേഷ്യോയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന് വേറെ മെത്തേഡ് യൂസ് ചെയ്യണം കേട്ടോ. എന്താ ചെയ്തേ? Pure ghee worth ₹100 per kilogram and vegetable oil worth ₹50 per kilogram are mixed in a ratio and sold at the rate of 96 per kilogram to gain 20% profit. In what ratio are ghee and oil mixed? ഒന്ന് പറഞ്ഞേ. ഗീന്റെ വില എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. ഓയിലിന്റെ വില 50 രൂപയാണ്. ഈ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പുതിയൊരു സംഭവം ഉണ്ടാക്കി, ഒരു പുതിയൊരു റേഷ്യോയിൽ പുതിയൊരു മിക്സർ ഉണ്ടാക്കി. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഇത് 96 രൂപക്ക് സെൽ ചെയ്തു. 96 രൂപക്ക് സെൽ ചെയ്യുമ്പോൾ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേത് റേഷ്യോയിലാണ് മിക്സ് ചെയ്തെന്ന ചോദ്യം. ഇങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ട് നമുക്കിവിടെ അലിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന കോസ്റ്റ് പ്രൈസ് ആയിരിക്കും അല്ലെ? അപ്പൊ അതായത് നമ്മുടെ ഗീയും ഉണ്ട് ഓയിലും ഉണ്ട്. ഗീന്റെ കോസ്റ്റ് പ്രൈസ് 100 ആണ്, ഓയിലിന്റെ കോസ്റ്റ് പ്രൈസ് 50 ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സ് എന്ന വാല്യൂ കിട്ടും. അത് ആ മിക്സറിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്. ഇവിടെ 96 വന്നിട്ട് എന്താണ്? 96 ആണ് ഒരിക്കലും അതിന്റെ കോസ്റ്റ് പ്രൈസ് അല്ല. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് നമ്മൾ പഠിച്ചതാണ്. കോസ്റ്റ് പ്രൈസ് ആണ് അതിന്റെ വില. അതിന്റെ വില 96 അല്ല. ആണോ? അല്ല. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് 96ന് വിൽക്കുമ്പോൾ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 96ന് വിൽക്കുമ്പോൾ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? നോക്കിയേ, നമുക്കറിയാം കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസ് നമ്മളെ റേഷ്യോ 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ 5:6 ആണെന്ത് കോസ്റ്റ് പ്രൈസിന്റെ സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ. അപ്പോഴാണ് 20% പ്രോഫിറ്റ് കിട്ടുക. ഈ 6 യൂണിറ്റ് ആണ് ഇവിടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ള 96 അല്ലെ? 6 × 16. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 5 യൂണിറ്റ്. 5 × 16 8. അപ്പൊ ഈ ഓയിലും ഈ ഗീയും മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന
ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് പറഞ്ഞാൽ 80 ആണ്. അതായത് ഇതിന്റെ നടുവിലുള്ള വാല്യൂ എന്താണ്? 96 അല്ല, 80 ആണ്. ഇനി ഈ ഗീയും ഈ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് 80 റുപ്പീസിലുള്ള ഒരു മിക്സർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം നോക്കിയേ. 100 - 80 20, 80 - 50 30, 30:20 എന്ന് പറഞ്ഞാൽ 3:2. ഏതാ ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടില്ലേ? കറക്റ്റ് അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഈ 96 പ്രത്യേകം ശ്രദ്ധിക്കണം. സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിട്ടില്ലെങ്കിൽ ആദ്യം നമ്മൾ അവിടെ കോസ്റ്റ് പ്രൈസ് കാണണം കേട്ടോ. കാരണം ഇത് ഇതിന്റെ കോസ്റ്റ് പ്രൈസ്, ഇത് ഇതിന്റെ കോസ്റ്റ് പ്രൈസ്. അപ്പൊ നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കിട്ടാൻ പോകുന്നു അതിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് നടുക്ക് എഴുതേണ്ടത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക് പ്രകാരമാണെങ്കിൽ 96 എഴുതാം അല്ലേ? കാരണം 100-നേക്കാളും ചെറുതാണ്, 50-നേക്കാളും വലുതാണ്. പക്ഷെ അങ്ങനെ അതിനേക്കാളും ചെറുത് വലുത് വെച്ചിട്ട് എല്ലാ വാല്യൂ കൊണ്ട് എഴുതാൻ പറ്റൂല. 96 ഇവിടെ എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. 96-ന് വിൽക്കുമ്പോൾ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ശരിക്കും അതിന്റെ വില എന്താണ്? 80 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനത്തിന്റെ ശരിക്കുള്ള പ്രൈസ് പറഞ്ഞാൽ 80 ആണ്. അങ്ങനെയാണ് ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം? 100 - 80 20, 80 - 50 30 കേട്ടോ. അതായത് ജസ്റ്റ് ഡിഫറൻസ് എടുക്കുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇവിടെ ഇത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങോട്ട് ഡിഫറൻസ് എടുത്തു അല്ലെ? അത് നിങ്ങൾ നോക്കണ്ട, ഏത് സൈഡിലാണോ വലുത് നോക്കുക. ഈ സൈഡിലാണോ വലുത്, അങ്ങനെയാണ് ഇതേ മൈനസ് ഇത് ചെയ്യുക, ഇവിടെ താഴെ എഴുതുക. ഇനിയോ ഇതേ മൈനസ് ഇത് ചെയ്യുക, താഴെ എഴുതുക. ഇനി ഇവിടെയാണ് വലുതെങ്കിലോ ഇതേ മൈനസ് ഇത് ചെയ്യുക, ഇങ്ങോട്ട് എഴുതുക. ഇതേ മൈനസ് ഇത് താഴോട്ട് ഇങ്ങോട്ട് എഴുതുക. ഓക്കെയാണ്. ക്രോസിന് വേണം ഡിഫറൻസ് എഴുതാൻ. ഇങ്ങനെ ഡിഫറൻസ് എടുത്തിട്ട് ഇവിടെ എഴുതരുത്, ഇങ്ങനെ ഡിഫറൻസ് എടുത്തിട്ട് ഇവിടെ എഴുതണം, ഇങ്ങനെ ഡിഫറൻസ് എടുത്തിട്ട് ഇവിടെ എഴുതണം. എന്നാ അടുത്ത ചോദ്യം ചെയ്ത്. A trader mixes 20 kg of rice on one variety priced at ₹52 per kilogram with 60 kg of rice of another variety priced at 36 per kilogram. If he sells that mixed rice at the price of 44 per kilogram, find the percentage profit. ഇങ്ങനെ കാണും. നമ്മൾ നേരത്തെ ചെയ്ത ഏകദേശം അതേ മോഡൽ അല്ലേ? 52 രൂപ വിലയുള്ള ഒരു റൈസും 36 രൂപ വിലയുള്ള വേറൊരു റൈസും തമ്മിൽ മിക്സ് ചെയ്തു. എന്നിട്ട് ഇയാൾക്ക് പുതിയൊരു റൈസ് ഉണ്ടാക്കി. ആ റൈസ് അയാൾ 44 രൂപക്ക് വിറ്റാൽ അയാൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്ന ചോദ്യം. എത്ര പ്രോഫിറ്റ് എന്നല്ല, എത്ര പെർസെന്റേജ് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് റൈസ് ആണ്. എ എന്ന് പറഞ്ഞ റൈസും ഉണ്ട്, ബി എന്ന് പറഞ്ഞ റൈസും ഉണ്ട്. എയുടെ വില എന്ന് പറഞ്ഞാൽ 52 ആണ്, ബിന്റെ വില എന്ന് പറഞ്ഞാൽ 36 ആണ്. ഇത്രേ നമുക്ക് അറിയുള്ളൂ. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയാൽ ഇവിടെ എത്ര കിട്ടും എന്നുള്ള ഈ എക്സിന്റെ വാല്യൂ നമ്മൾ കാണും. ഇവിടെ 44 തന്നിട്ടുണ്ട്, അത് നമ്മൾ നടുവിൽ എഴുതാൻ പാടില്ല. കാരണം എന്താ? 44 സെല്ലിംഗ് പ്രൈസ് ആണ്. 44 സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് കോസ്റ്റ് പ്രൈസ് നമ്മൾ കാണണം കേട്ടോ. ഇവിടെ നോക്കിയേ, കോസ്റ്റ് പ്രൈസ് നമ്മൾ കാണണം. എങ്ങനെ കാണും കോസ്റ്റ് പ്രൈസ്? അതിന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 20 കിലോഗ്രാം ആണ്, രണ്ടാമത്തെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 60 കിലോഗ്രാം. ഇപ്പൊ മിക്സ് ചെയ്യുന്ന റേഷ്യോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 20:60. ഫസ്റ്റത്തെ ക്വാണ്ടിറ്റി 20 ആണെങ്കിൽ രണ്ടാമത്തെ ക്വാണ്ടിറ്റി 60 ആണ്. അതായത് റേഷ്യോ എടുത്ത് എത്ര കിട്ടും? 20:60 എന്ന് പറഞ്ഞാൽ 1:3. ഈ റേഷ്യോയിലാണ് ഇത് രണ്ടും മിക്സ് ചെയ്യുന്നത്. ഈ രണ്ട് റേഷ്യോയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ് എങ്ങനെ കിട്ടും? എക്സ് എങ്ങനെ കാണും പെട്ടെന്ന്? നേരത്തെ ആവറേജ് എടുത്തു അല്ലേ? ഈ റേഷ്യോ നമുക്ക് തന്നപ്പോൾ നേരെ 52-ന്റെയും 36-ന്റെയും 52 36 അല്ല, നേരത്തെ ചോദ്യത്തിൽ വേറെ വാല്യൂ ആയിരുന്നു, അതിന്റെ ആവറേജ് എടുത്തു. എന്തുകൊണ്ടാ? 1:1 റേഷ്യോ ആയതുകൊണ്ടാണ്. ഈക്വൽ ക്വാണ്ടിറ്റി മിക്സ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, 52-ന്റെയും 36-ന്റെയും ആവറേജ് എടുത്താൽ. പക്ഷെ ഇവിടെ ഡിഫറെന്റ് ക്വാണ്ടിറ്റി എടുക്കും അല്ലെ? ഇത് 3 യൂണിറ്റ് എടുക്കുമ്പോൾ ഇത് 1 യൂണിറ്റ് എടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ഈ എക്സിന്റെ വാല്യൂ കാണുന്നുള്ളത് നോക്കാം. ഒന്ന് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ്. ഫസ്റ്റത്തെ ആവറേജ് 52, അതിന്റെ നമ്പർ 1. അപ്പൊ 52 × 1 പ്ലസ്, അതായത് A1N1 + A2N2 ഡിവൈഡഡ് ബൈ N1 + N2. അത് ഞാൻ ചെയ്യാൻ പോകുന്നു കേട്ടോ. ഇവിടെ A1 എന്ന് പറഞ്ഞാൽ 52, N1 എന്ന് പറഞ്ഞാൽ 1. ഇവിടെ A2 എന്ന് പറഞ്ഞാൽ 36, N2 എന്ന് പറഞ്ഞാൽ 3. 36 × 3 ഡിവൈഡഡ് ബൈ N1 + N2. N1 + N2 കേട്ടോ. നമുക്ക് ആവറേജ്, രണ്ട് ടീമിന്റെ ആവറേജ് കണ്ടിട്ട് അതിന്റെ കമ്പൈൻഡ് ആവറേജ് കാണുകയാണെങ്കിൽ നമുക്ക് നമ്പേഴ്സിന്റെ റേഷ്യോ മതി. അത് ഞാൻ ആവറേജിൽ പറഞ്ഞിട്ടുണ്ട്. 1 + 3 എന്ന് പറഞ്ഞാൽ 4. ഇതാ ചെയ്യേണ്ടത്. എത്ര കിട്ടും? 36 × 3 108. 108 52 കൂട്ടിയാൽ 160. 160/4 എന്ന് പറഞ്ഞാൽ 40 കിട്ടും. അതായത് എക്സിന്റെ വാല്യൂ എന്താണ്? 40 ആണ്. അതായത് ഈ ടൈപ്പ് ഓഫ് റൈസും ഈ ടൈപ്പ് ഓഫ് റൈസും കൂടെ 1:3 റേഷ്യോയിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന റൈസിന്റെ പ്രൈസ് എത്രയാണ്? 40 ആണ്. ഈ 40 പ്രൈസുള്ള സാധനമാണ് ഇയാൾ 44-ന് വിൽക്കുന്നത്. അപ്പൊ എത്ര പെർസെന്റേജ് പ്രോഫിറ്റാ? 40 ഉള്ള ഒരു സാധനം 44-ന് വിറ്റാൽ അവിടെ 4 പ്രോഫിറ്റ് ആണ്. 4 എന്ന് പറഞ്ഞാൽ 40-ന്റെ 10% ആണ്. അപ്പൊ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഡയറക്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് ഷോർട്ട് കട്ടിൽ ഇതെങ്ങനെ ഈ എക്സിന്റെ വാല്യൂ കാണാൻ നോക്കാം. ഈ എക്സിന്റെ വാല്യൂ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. ഇവിടെ നോക്കിയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 52-നെക്കാളും ചെറിയൊരു വാല്യൂ ആണ് എക്സ്. എക്സിനെക്കാളും ചെറിയ വാല്യൂ ആണ് 36. അപ്പൊ നോക്കിയേ, ഈ 36-ഉം എക്സും തമ്മിലുള്ള റേഷ്യോ ഇതാണ്
1 യൂണിറ്റ് അല്ലെ. അതുപോലെ 52 എക്സും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് 3 യൂണിറ്റ്. 52 എക്സും തമ്മിലുള്ള ഡിഫറൻസ് 3 യൂണിറ്റും എക്സും 36 തമ്മിലുള്ള ഡിഫറൻസ് 1 യൂണിറ്റും ആണെങ്കിൽ 56 36 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 യൂണിറ്റ് അല്ലെ. അതായത് 3+1. അപ്പൊ എന്താ കാര്യം ചെയ്താൽ മതി, നമുക്ക് ഈ 52ന്റെ 36ന്റെ ഡിഫറൻസിനെ 4 യൂണിറ്റ് ആക്കി തിരിച്ചിട്ട് ഈ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി, 4 യൂണിറ്റ് ആക്കി തിരിക്കുക. എന്നിട്ട് ഈ 36ന്റെ കൂടെ 1 യൂണിറ്റ് ആഡ് ചെയ്യുക. അല്ലെങ്കിലോ 52ൽ നിന്ന് 3 യൂണിറ്റ് കുറക്കുക. ഇങ്ങനെ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. ആദ്യം ചെയ്യേണ്ടത് ഈ ഡിഫറൻസിനെ നമ്മൾ 4 ഭാഗമാക്കി തിരിക്കണം അല്ലെ. ഇവിടെ ഡിഫറൻസ് എത്രയാ നോക്കിയേ. ഡിഫറൻസ് പറഞ്ഞാൽ 52ന്റെ 36ന്റെ ഡിഫറൻസ് എത്രയാ? 16 ആണ്. 16 4 ഭാഗമാക്കി തിരിച്ചാൽ ഒരു ഭാഗത്തിലാണ് 4 ആണ്. അതായത് ഇവിടെ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 1 യൂണിറ്റ് 4 കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സിന്റെ വാല്യൂ കാണണമെങ്കിൽ 36ന്റെ കൂടെ 1 യൂണിറ്റ് കൂട്ടണം അല്ലെ. 36ന്റെ കൂടെ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 4 അല്ലേ. 36ന്റെ കൂടെ 4 കൂട്ടിയാൽ 40 കിട്ടും. അല്ലെങ്കിലോ 52 3 യൂണിറ്റ് കുറക്കണം. 1 യൂണിറ്റ് 4 ആണെങ്കിൽ 3 യൂണിറ്റ് എത്രയാ? 12 അല്ലേ. 52 12 കുറച്ചാൽ എന്ത് കിട്ടും? 40 കിട്ടും. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് കാണാം? എക്സിന്റെ വാല്യൂ കാണാം. അല്ലാതെ ഇങ്ങനെ തന്നെ ചെയ്യണം. സിമ്പിൾ കാൽക്കുലേഷൻ ആണ് ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാൽക്കുലേഷൻ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ കിട്ടും കേട്ടോ. അതായത് ഈ കാണുന്ന ഈ രണ്ടത്തിന്റെ ഡിഫറൻസിനെ ഈ താഴെയിരിക്കുന്ന 1 + 3 4 യൂണിറ്റിൽ ഡിവൈഡ് ചെയ്യാം. ഇവിടെ 16 ആണ്. 16നെ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്താൽ ഒരു പാർട്ട് 4 ആണ്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു പാർട്ട് നോക്കി. ഇതിന്റെ ഡിഫറൻസ് ആണ് 1 യൂണിറ്റ് അല്ലെ. 36ന്റെ കൂടെ ഈ 1 കൂട്ടിയാൽ മതി. 1 യൂണിറ്റ് കൂട്ടിയാൽ മതി. 1 യൂണിറ്റ് കാരണം അവിടെ 4 ആണ്. അല്ലെങ്കിൽ 52 എന്ത് ചെയ്യാം? 3 യൂണിറ്റ് കുറക്കുക. 3 യൂണിറ്റ് കാരണം എത്രയാണ്? 12 ആണ്. ഓക്കെ ആണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അലിഗേഷൻ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ സാർ. ഓക്കെ, ബാക്കിയുള്ളവര് എല്ലാരും ഒന്ന് പറഞ്ഞേ. 5-8 ആളുകളാണ് കമന്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ എന്താ അവസ്ഥ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചെയ്തേ. ഇത് അലിഗേഷൻ. വേറൊരു ക്വസ്റ്റ്യനിൽ അലിഗേഷൻ നമ്മൾ ചെയ്യാൻ പോകും എന്ന് പറഞ്ഞേ. അലിഗേഷൻ പല സ്ഥലത്തും ചെയ്യാം കേട്ടോ. എവിടെയൊക്കെ മിക്സിങ് വരുന്നുണ്ടോ അവിടെയൊക്കെ, അത് 2 ടൈപ്പ് ഓഫ് സാധനങ്ങൾ എവിടെയൊക്കെ മിക്സ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് അലിഗേഷൻ ചെയ്യാം. ഇവിടെ ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു 90 ml ഓഫ് 38% sugar solution so that it becomes 70.1% sugar solution. ഇവിടെ 2 സാധനങ്ങൾ മിക്സ് ചെയ്യാൻ പ്രത്യേകം നോക്കുക. വാട്ടറും പിന്നെ ഒരു ഷുഗർ സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്തിട്ട് പുതിയൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോവാണ്. അതായത് ഈ രണ്ടാമത് മിക്സ് ചെയ്യുന്ന ഷുഗർ സൊല്യൂഷനിൽ 38% ഷുഗർ സൊല്യൂഷനാണ്. ഫസ്റ്റത്തേതിൽ വാട്ടറാണ്. വാട്ടറിൽ ഷുഗറിന്റെ കണ്ടന്റ് എത്രയെന്ന് പറഞ്ഞേ? വാട്ടറിൽ ഷുഗറിന്റെ കണ്ടന്റ് 0 ആണ്. നമുക്കറിയാം അല്ലെ. വാട്ടറിൽ 0 ആണ്. ഈ 0 ഷുഗർ സൊല്യൂഷൻ ഉള്ള ഒരു സാധനം 38% ഷുഗർ സൊല്യൂഷന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 17.1% ഷുഗർ സൊല്യൂഷന്റെ ഒരു മിക്സ്ചർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോയിലാണ് മിക്സ് ചെയ്യുന്നത്? അപ്പൊ ഇത് നോക്കുക, സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഞാൻ വാട്ടർ ആണ്, പിന്നെ ഒരു ഷുഗർ സൊല്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അലിഗേഷൻ ചെയ്യുമ്പോൾ സെയിം വാല്യൂ വെച്ചിട്ട് അലിഗേഷൻ ചെയ്യുക. ഒന്നെങ്കിൽ വാട്ടറിന്റെ കണ്ടന്റ് വെച്ച് അലിഗേഷൻ ചെയ്യുക, അതല്ലെങ്കിൽ ഷുഗറിന്റെ കണ്ടന്റ് വെച്ചിട്ട് അലിഗേഷൻ ചെയ്യുക. ചെയ്യുന്ന എല്ലാം സെയിം ആയിരിക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഷുഗറിന്റെ കണ്ടന്റ് വെച്ചിട്ടാണ് അലിഗേഷൻ ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാം വാട്ടറിൽ ഷുഗറിന്റെ കണ്ടന്റ് എത്രയാണ്? 0% ആണ്. രണ്ടാമത്തെ ഷുഗറിൽ, രണ്ടാമത്തെ നോക്കിയാൽ ഈ മിക്സ് ചെയ്യുന്ന ഷുഗർ സൊല്യൂഷനിൽ കണ്ടന്റ് എത്രയാണ്? 38% ആണ്. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ആക്കി നമുക്കൊരു പുതിയൊരു സൊല്യൂഷൻ കിട്ടും. അതിൽ നോക്കിയേ, അതിൽ 17.1 ആണ് %. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം എന്ന ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് നോക്കിയേ, ആവറേജ് ഷുഗർ കണ്ടന്റ് ഇവിടെ 0 ആണ്. ഇവിടെ ആവറേജ് ഷുഗർ കണ്ടന്റ് 38 ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്ന പുതിയൊരു ക്വാണ്ടിറ്റി, അതിന്റെ ആവറേജ് ഷുഗർ കണ്ടന്റ് 17.1%. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം? 38 - 17.1 എത്രയാണ്? 38 - 17.1 എന്ന് പറയുമ്പോൾ 18 20 20.9 20.9. ഇനിയോ 0 മൈനസ് നോക്കിയേ, അല്ല ഇത് 38 - 17.1 കൊടുത്താൽ പിന്നെ 17.1 - 0 എത്രയാണ്? 17.1. ഇത് ഏത് റേഷ്യോയിൽ ഉണ്ടാവുക നോക്കിയേ. ഇതൊന്ന് ഡെസിമൽ കളഞ്ഞാൽ 209 171. ഏത് റേഷ്യോയിൽ കിട്ടും? ഇതിലാണ് നമ്മൾ കാൽക്കുലേഷൻ അറിയാന്ന് പറയുന്നത്. ഇത് 19 മൾട്ടിപ്പിൾ ആണ്, ഇതും 19 മൾട്ടിപ്പിൾ ആണ്. ഇത് 19 × 11 ആണ്, ഇത് 19 × 9 ആണ്. ഇതാണ് ഇവിടുത്തെ റേഷ്യോ കേട്ടോ. 11:9 ആണ് റേഷ്യോ. അതായത് ഈ മിക്സ്ചറും കൂടെ മിക്സ് ചെയ്യേണ്ട റേഷ്യോ എന്ന് പറഞ്ഞാൽ 11:9 ആണ്. നമുക്കിവിടെ എന്താ കാണേണ്ടത്? എത്ര വെള്ളം ഒഴിക്കണം എന്ന ചോദ്യം അല്ലെ.
ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു 90 ml ഓഫ് ഷുഗർ സൊല്യൂഷൻ. ഈ രണ്ടാമത്തെ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 90 ml ആണ് കേട്ടോ. ഇവിടെ നമുക്ക് റേഷ്യോ കിട്ടി, അത് 9 യൂണിറ്റ് ആണ്. 9 യൂണിറ്റ് ആണ് 90 ml എങ്കിൽ വാട്ടർ നോക്കിയേ, വാട്ടർ എന്ന് പറഞ്ഞാൽ 11 യൂണിറ്റ് ആഡ് ചെയ്യണം. 11 യൂണിറ്റ് എത്ര കിട്ടും? 9 യൂണിറ്റ് 90 ml ആണെങ്കിൽ 11 യൂണിറ്റ് എത്ര? 110 ml. ഏതാ ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഇതേപോലത്തെ ചോദ്യം നമ്മൾ നേരത്തെ എവിടെയോ ചെയ്തല്ലേ? ഒരു മിനിറ്റ്, ആ പുസ്തകം നോക്കട്ടെ. അവിടെ നമ്മൾ മിക്സറിന്റെ വെച്ചിട്ടാ ചെയ്ത്. ഓക്കെ, ഇതൊന്നും ചെയ്ത് നോക്കിയേ. ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കിയേ ഈ ചോദ്യം. ഇപ്പൊ നമ്മൾ ചെയ്ത അലിഗേഷൻ, നമ്മൾ നേരത്തെ ഡയറക്റ്റ് പറഞ്ഞു, അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അലിഗേഷൻ നമുക്ക് ചെയ്യാം. ഇതൊന്നും ചെയ്ത് നോക്കിയേ, ഒന്ന് ചെയ്തിട്ട് ആൻസർ, അതായത് അലിഗേഷൻ വെച്ചിട്ട് ഇതൊന്നും ചെയ്ത് നോക്കിയേ. 10 liters of water is added to 50 liters of liquid containing 20% spirit. What will be the percentage of spirit in the resulting mixture? കേട്ടോ, അതായത് വാട്ടറും പിന്നെ ഒരു ലിക്വിഡും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഷുഗർ സ്പിരിറ്റിന്റെ പെർസെന്റേജ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ? അപ്പൊ വാട്ടറിൽ സ്പിരിറ്റിന്റെ പെർസെന്റേജ് 0% ആണ്. പുതിയ ലിക്വിഡിൽ സ്പിരിറ്റിന്റെ പെർസെന്റേജ് 20% ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് X% സ്പിരിറ്റ് ഉള്ള ഒരു പുതിയൊരു മിക്സ്ചർ കിട്ടും. ഇവിടെ നമ്മൾ X ആണ് കാണേണ്ടത്, പക്ഷെ നമുക്ക് താഴെ മിക്സ് ചെയ്യുന്ന റേഷ്യോ വന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ 10 ലിറ്ററും ഇവിടെ 50 ലിറ്ററും ആണ്. നോക്കിയേ, വെള്ളം എന്ന് പറഞ്ഞാൽ 10 ലിറ്ററും ലിക്വിഡ് എന്ന് പറഞ്ഞാൽ 50 ലിറ്ററും ആണ്. അപ്പൊ റേഷ്യോ എന്ന് പറയുമ്പോൾ 10:50. 10:50 എന്ന് പറഞ്ഞാൽ 1:5 ആണ്. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞു 0:1 പ്ലസ് 20:5 ഡിവൈഡഡ് ബൈ 1 + 5. ഏറ്റവും ബെസ്റ്റ് അതാണ്. നോക്കിയേ, 0:1 എന്ന് പറഞ്ഞാൽ 0, 20:5 എന്ന് പറഞ്ഞാൽ 100, 100 ഡിവൈഡഡ് ബൈ 1 + 5, 100 by 6 എന്ന് പറഞ്ഞാൽ 16, 2/3% കേട്ടോ. ഓപ്ഷൻ സി. ഓക്കെ, കാര്യം ചെയ്തേ. ഇനി ബാക്കി കണ്ടിന്യൂഷൻ നോക്കാം. ഏതാണ്? 14 കഴിഞ്ഞു, 15 കഴിഞ്ഞു, 16. ഇതൊന്ന് ചെയ്തേ. ഇതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ച ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്. 2 liters of water evaporated from 10 liters of solution. 6% salt was found in the remaining solution. What was the percentage of salt in the original solution? നേരെ തിരിച്ചോ ചിന്തിച്ചു നോക്കിയാൽ സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടോ. 2 liters of water evaporated from 10 liters of solution. 6% salt was found in the remaining solution. അതായത് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 2 ലിറ്റർ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു. അതായത് 2 ലിറ്റർ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി. എത്രയായിരുന്നു? 10 ലിറ്റർ സൊല്യൂഷൻ അല്ലെ? അപ്പൊ അവിടെ ബാക്കിയുള്ളത് 8 ലിറ്റർ സൊല്യൂഷൻ ആണ്. 10 ലിറ്റർ സൊല്യൂഷൻ 2 ലിറ്റർ വാട്ടർ പോയാൽ ബാക്കി 8 ലിറ്റർ ഉണ്ട്. ഇതിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? നമുക്ക് വേണ്ടത് വാട്ട് ദ പെർസെന്റേജ് ഓഫ് സോൾട്ട് ഇൻ ദ ഒറിജിനൽ സൊല്യൂഷൻ. ആ ഒറിജിനൽ സൊല്യൂഷനിൽ സോൾട്ടിന്റെ പെർസെന്റേജ് എത്ര ഉണ്ടെന്നാ കാണേണ്ടത് അല്ലെ? എങ്ങനെ ചെയ്യാം? ഇത് ഞാൻ നേരെ തിരിച്ചു നോക്കിയേ. അതായത് ഈ ആവിയായി പോയ വെള്ളം തിരിച്ച് രണ്ടും കൂടെ ചോദിക്കുക. അതായത് ഈ ആവിയായി പോയ വെള്ളവും ഇപ്പൊ ബാക്കിയുള്ളത് കൂടെ മിക്സ് ആയിട്ടാണ് ഓൾറെഡി ഉണ്ടായിട്ട് ആ ഒറിജിനൽ സൊല്യൂഷൻ കിടക്കുന്നത് അല്ലെ? അപ്പൊ വാട്ടറും പിന്നെ ഒരു സൊല്യൂഷനും, അത് രണ്ടും കൂടെ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇത് ആവിയായി പോയി എന്നാ പറഞ്ഞു. ഞാൻ നേരെ തിരിച്ചെടുക്കുകയാണ്. ഞാൻ തിരിച്ചൊന്ന് റിവേഴ്സ് വരികയാണ്. അതായത് ഈ ആവിയായി പോയ വെള്ളവും ഇപ്പൊ ബാക്കിയുള്ള മിക്സറും കൂടെ കൂടി ചേരുന്നതാണ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന മിക്സർ. അപ്പൊ ഈ ആവിയായി പോയ വെള്ളത്തിൽ സോൾട്ടിന്റെ കണ്ടന്റ് എത്രയാണ്? 0% ആണ് അല്ലെ? റിമൈനിങ് സൊല്യൂഷനിൽ 6% ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ഓൾറെഡി ആ ഒറിജിനൽ സൊല്യൂഷൻ ഉണ്ടായിരുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഈ എക്സ് ആ മിക്സറിൽ പെർസെന്റേജ് ഉണ്ടാവുക ചോദ്യം. അപ്പൊ അത് നമുക്ക് കാണണമെങ്കിൽ എന്ത് വേണം? ഈ താഴത്തെ റേഷ്യോ വേണം. താഴത്തെ റേഷ്യോ അറിയില്ലേ? വാട്ടർ പോയത് 2 ലിറ്റർ ആണ്, ബാക്കിയുള്ള എത്രയായിരിക്കും നോക്കിയേ? 10 ലിറ്റർ സൊല്യൂഷൻ ആയിരുന്നു, 2 പോയാൽ ബാക്കി ഈ ലിറ്റർ എത്രയാണ്? 4. അതായത് 1:4 അല്ല 8 അല്ലെ? അപ്പൊ 1:4 വരും ആൻസർ. 2:8 എന്ന് പറഞ്ഞാൽ 1:4 ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. എങ്ങനെ കാണും? ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞു 0:1 പ്ലസ് 6:4 ഡിവൈഡഡ് ബൈ 1 + 4. എത്രയാ? 0:1 എന്ന് പറഞ്ഞാൽ 0, 6:4 എന്ന് പറഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 1 + 4 എത്രയാണ്? 5. 24/5 എത്ര കിട്ടും? 4.8%. ഏത് ആൻസർ? ഓപ്ഷൻ ടി ആണ് ആൻസർ. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ 0-ന്റെയും 6-ന്റെയും ഡിഫറൻസ് എടുക്കുക, അതിനെ 1 + 4 5 യൂണിറ്റ് ആക്കി ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ കുന്ന് 1 യൂണിറ്റ് കുറക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഡിഫറൻസ് എത്രയാ? 6 അല്ലേ? ഈ 5 യൂണിറ്റ് ആണ് 6, അപ്പൊ 1 യൂണിറ്റ് എത്രയാ?
6/5 എന്ന് പറഞ്ഞാൽ 1.2 ആണ്. അപ്പൊ ഒരു യൂണിറ്റ് 1.2 ആണെങ്കിൽ ഈ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ 6ൽ നിന്ന് 1.2 കുറച്ചാൽ മതി അല്ലെ. 6ൽ നിന്ന് 1.2 കുറച്ചാൽ എത്ര കിട്ടും, 4.8 കിട്ടും. ഓക്കെ ആണോ ഡി അല്ലെ? ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. അതായത് നേരത്തെ നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നത്, ഇവിടെ അങ്ങനെയല്ല, ഓൾറെഡി മിക്സ് ആയിരുന്ന ഒരു സൊല്യൂഷൻ സെപ്പറേറ്റ് ആയതിനെ പറ്റിയാ പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു, ഈ സെപ്പറേറ്റ് ആയ സാധനം ഒന്നിച്ചു കൂടിയിട്ടാണല്ലോ ഈ ഒറിജിനൽ മിക്സർ ഉണ്ടായിരുന്നത്. അപ്പൊ മിക്സ് ആയി പോയ വാട്ടറിൽ 0% സ്പിരിറ്റ് ആണ്, ഇപ്പൊ ബാക്കിയുള്ളതിൽ 6% ആണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ടാണ് ഓൾറെഡി ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നത് കേട്ടോ. ശരിയാണോ? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടെ കേട്ടോ. ഇത് പിന്നെ അലിഗേഷൻ ഒന്നുമല്ല, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞേ. ഇതൊരു മിക്സറിന്റെ ചോദ്യമാണ്, അത് ലാസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതേതാ? ഇത് പറഞ്ഞേ. അലിഗേഷന്റെ വേറൊരു ടൈപ്പാണ്. അത് അലിഗേഷൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് വേറൊരു ടൈപ്പിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 18ാമത്തെ ചോദ്യം ലാസ്റ്റ് ചെയ്യാം. പറഞ്ഞേ. In a test paper, 3 marks are awarded for the correct answer and there is a penalty of 1 mark for each wrong answer. A student who attempts 76 questions gets 144 marks. How many questions did the student answer correctly? ഇവിടെയും അലിഗേഷൻ ചെയ്യാം. അലിഗേഷൻ ഞാൻ പറഞ്ഞു, എവിടെയൊക്കെ മിക്സിംഗ് വരുന്നോ അവിടെയൊക്കെ നമുക്ക് അലിഗേഷൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ടെസ്റ്റ് പേപ്പർ ആണ് അല്ലേ. അതിൽ കറക്റ്റ് ആൻസറിന് 3 മാർക്കും തെറ്റുള്ള ആൻസറിന് 1 മാർക്ക് നെഗറ്റീവും ഉണ്ട്. അങ്ങനെ ഈ തെറ്റുള്ള ക്വസ്റ്റ്യന്റെയും ശരിയുള്ള ക്വസ്റ്റ്യൻ ഇവിടെ മിക്സ് ആണ് ഇയാൾക്ക് ടോട്ടൽ മാർക്ക് കിട്ടുക അല്ലെ. അല്ലാതെ എല്ലാം ശരിയാവണമെന്നില്ല, എല്ലാം തെറ്റാവണമെന്നില്ല. ഇത് രണ്ടും കൂടെ മിക്സ് ആയിരിക്കും. അങ്ങനെ ഇയാൾക്ക് കിട്ടിയ മാർക്കാണെന്ത്, 144 മാർക്സ്. ഇവിടെ ടോട്ടൽ 76 ക്വസ്റ്റ്യൻ ഇയാൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 144 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 76ൽ എത്ര ക്വസ്റ്റ്യൻ ഇയാൾ ശരിയാക്കി എന്ന ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അലിഗേഷൻ എങ്ങനെ വെച്ചാൽ റൈറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, റോങ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിന്റെ അലിഗേഷൻ ചെയ്യാണ്. നോക്കിയേ, ശരിക്ക് എത്ര മാർക്ക് ഉണ്ട്, 3 മാർക്ക് ഉണ്ട് അല്ലെ. ശരിക്ക് 3 മാർക്ക് കിട്ടണം. അതായത് ഈ 76 ക്വസ്റ്റ്യൻ ഇയാൾ ചെയ്തു. ഈ 76 ക്വസ്റ്റ്യനും ശരിയാണെങ്കിൽ, 76 ക്വസ്റ്റ്യനും ശരിയായിരുന്നെങ്കിൽ എത്ര മാർക്ക് കിട്ടുമായിരുന്നു നോക്കിയേ. ഒരു ക്വസ്റ്റ്യൻ 3 മാർക്ക് വെച്ചിട്ട് 76 × 3 228. പക്ഷെ ഇയാൾക്ക് 144 മാർക്കുള്ള. അതിന്റെ അർത്ഥം കുറച്ച് ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 228 കിട്ടാതെ 144 കിട്ടിയത്. പക്ഷെ നമ്മൾ അലിഗേഷൻ ചെയ്യാണ്. എല്ലാം ശരിയായിരുന്നെങ്കിൽ 228, ഇനി എല്ലാം തെറ്റായിരുന്നെങ്കിലോ നമുക്കറിയാം ഒരു തെറ്റ് മാർക്കിന് എത്രയാണ്, ഒരു തെറ്റ് മാർക്കിന് 1 നെഗറ്റീവ് മാർക്ക് അല്ലെ. ഒരു തെറ്റിന് 1 മാർക്ക് മൈനസ് വരും. അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം ശരിയായിരുന്നെങ്കിൽ 228, ഇനി എല്ലാം തെറ്റാണെങ്കിലോ 76 ചോദ്യവും തെറ്റായിരുന്നെങ്കിൽ ഇയാൾക്ക് ഇവിടെ -76 കിട്ടും. എല്ലാം ശരിയാണെങ്കിൽ 228, എല്ലാം തെറ്റാണെങ്കിൽ 76. പക്ഷെ ഇത് രണ്ടിന്റെയും കൂടെ ഒരു മിക്സ് ആണ് ഇയാൾക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് മാർക്ക് എന്തായത് 144. എല്ലാം ശരിയല്ല, എല്ലാം തെറ്റുമല്ല, രണ്ടിന്റെയും കൂടെ മിക്സ് ആണ്. അതുകൊണ്ടാണ് 144 മാർക്ക് കിട്ടി. അപ്പൊ നമ്മൾ ഇതിന്റെ അലിഗേഷൻ ചെയ്ത് നമുക്കിവിടെ റൈറ്റ് ആൻസറിന്റെ റോങ് ആൻസറിന്റെ റേഷ്യോ നമുക്കിവിടെ കിട്ടും. ചെയ്ത് നോക്കിയേ. 228 - 144 എത്ര കിട്ടും? 228 144 നമ്മുടെ ഡിഫറൻസ് പറഞ്ഞാൽ 78 + 6 84 ആണ്. ഓക്കെ ആണോ? ഇവിടെ 228 - 144 എടുത്തു. ഇനിയോ 144 - -76 കേട്ടോ, ഡിഫറൻസ് എടുക്കുന്നത്. അല്ല 144 - 76 എന്ന് എടുക്കരുത്. 144 - -76. അതിന്റെ അർത്ഥം 144 + 76 എത്ര കിട്ടും? 140 210 220. ഇതാണ് ഇതിന്റെ ഡിഫറൻസ് അല്ലെ. ഈ റേഷ്യോയിലാണ് എന്തുള്ളത്, ഈ റേഷ്യോയിലാണ് നമ്മുടെ മാർക്കല്ല ഇത്ര 220 യൂണിറ്റ് റൈറ്റ് ആൻസർ ഉണ്ടെങ്കിൽ 84 യൂണിറ്റ് റോങ് ആൻസർ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കിയേ, ടോട്ടൽ ഇവിടെ 76 ആണ്. ഈ റേഷ്യോ ചെറുതാക്കി നോക്കി എത്ര കിട്ടും? ചെറുതാക്കിയാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് 55 ആവും, ഇതോ 21 ആവും. ഇനി ചെറുതാക്കണ്ട, നോക്കിയേ 55 21 ഈ റേഷ്യോയിലുണ്ടാവും അല്ലെ. 55 റൈറ്റ് ആണെങ്കിൽ 21 റോങ്. ഇത്ര യൂണിറ്റ് കേട്ടോ. 55 + 21 ടോട്ടൽ 76 ആണ്. അതാണ് ഇവിടെ ക്വസ്റ്റ്യനിലുള്ള 76. രണ്ടും സെയിം അല്ലേ, 76 യൂണിറ്റ് ആണ് 76. അതിന്റെ അർത്ഥം എന്താ, ഇവിടെ ഇയാൾ 55 ക്വസ്റ്റ്യൻ ശരിയാക്കിയിട്ടുണ്ട്, 21 ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാൾക്ക് 144 മാർക്ക് കുറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇതിന്റെ അലിഗേഷൻ വെച്ചിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അലിഗേഷൻ ഇല്ലാതെ നമുക്ക് ഈ ചോദ്യം ചെയ്യാം. എങ്ങനെ ചെയ്യാം? അലിഗേഷൻ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. അലിഗേഷൻ ഇല്ലാതെ നോക്കിയേ, ഞാൻ പറഞ്ഞു എല്ലാം ശരിയായിരുന്നെങ്കിൽ ഇയാൾക്ക് ഇവിടെ 228 മാർക്ക് കിട്ടിയത്. ഈ 76 ചോദ്യം ശരിയായിരുന്നെങ്കിൽ 228 മാർക്ക് കിട്ടിയത്. വേറെ ലോജിക്കാട്ടോ ഞാൻ പറയുന്നത്, അലിഗേഷൻ അല്ല, വേറെ ലോജിക്കാണ്. ഇനി ഇവിടെ ഈ ശരിയായ ഒരു ക്വസ്റ്റ്യൻ തെറ്റായി മാറുമ്പോൾ ഇയാൾക്ക് എത്ര മാർക്ക് കുറയുന്നുണ്ട് നോക്കിയേ. ശരിയായ ഒരു ക്വസ്റ്റ്യൻ തെറ്റായിട്ട് മാറുമ്പോൾ, നമ്മളൊക്കെ പരീക്ഷയ്ക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്ക് കൂട്ടി നോക്കുന്ന അല്ലെ. അപ്പൊ ശരിയായ ഒരു ക്വസ്റ്റ്യൻ തെറ്റായി മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ശരിയായ ക്വസ്റ്റ്യൻ അതിന് 3 മാർക്കാണ്, ആ 3 മാർക്ക് കുറയും. അതിന്റെ പുറമെ
ആ ക്വസ്റ്റ്യൻ തെറ്റായതുകൊണ്ട് ഒരു നെഗറ്റീവ് മാർക്ക് ഒന്നും കിട്ടും അല്ലെ. അപ്പൊ ടോട്ടൽ ആയ 4 മാർക്ക് ഇവിടെ കുറയും. അതായത് ഓരോ തെറ്റ് വരുമ്പോഴും ഇതിൽ നിന്നും 4 മാർക്ക് വെച്ചിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ എത്ര തെറ്റെന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നോക്കിയേ, 228 എത്ര കുറഞ്ഞിട്ടുണ്ട്? 228 ഉള്ളത് ശരിക്കും മാർക്ക് എത്ര? 144 എത്ര കുറവാ? നോക്കിയേ, 228 144 എന്ന് പറഞ്ഞാൽ 78+4 അല്ല 78+6 84 മാർക്ക് ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴും 4 മാർക്ക് വെച്ചാൽ കുറയുന്നു. അങ്ങനെ എത്ര ക്വസ്റ്റ്യൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 84/4 21. അപ്പൊ ഇയാൾക്ക് ഇവിടെ 21 ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ച് കുറഞ്ഞിട്ട് ടോട്ടൽ 84 മാർക്ക് കുറഞ്ഞത്. അപ്പൊ 21 എണ്ണം തെറ്റാണെങ്കിൽ ബാക്കി 76-ൽ 55 എണ്ണം എന്താണ്? ശരിയാണ്. കേട്ടോ? ഓക്കെ ആണോ? അപ്പൊ ഈ 2 മെത്തേഡിലും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും പഠിച്ചു വെക്കുക. അലിഗേഷനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സംഭവം കിട്ടും. കേട്ടോ? ഇതൊന്നും ചെയ്ത് നോക്കിയേ. 5 liters of water is added to a certain quantity of pure milk, costing ₹60 per liter. If by selling the mixture at the same price, a profit of 20% is made, then what is the amount of pure milk in the mixture? Okay. 5 liters of water is added to a certain quantity of pure milk, costing ₹60 per liter. അതായത് ഇവിടെ പാലിലേക്ക് വെള്ളം ഒഴിക്കുന്ന പരിപാടി അല്ലെ. ഇവിടെ ഒരു പ്യുവർ മിൽക്ക് ഉണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 60 പെർ ലിറ്റർ ആണ്. 1 ലിറ്ററിന് 60 ആണ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചാണ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് ലാഭമാണ് അല്ലെ. വെള്ളം ഒഴിച്ചിട്ട് അയാൾ എന്ത് ചെയ്യാൻ പോവാണ്? വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇയാൾ 60 രൂപയ്ക്ക് തന്നെ വിൽക്കാൻ പോവാണ്. അതായത് 60 രൂപക്കാണ് അതിന്റെ കോസ്റ്റ് പ്രൈസ്. എന്നിട്ട് ആ പാലിൽ വെള്ളം ഒഴിച്ചിട്ട് അയാൾ 60 രൂപക്ക് വിൽക്കാൻ പോവാണ് അല്ലെ. അപ്പൊ എന്തായാലും അയാൾക്ക് ലാഭം കിട്ടും. കാരണം അയാൾ 60 രൂപക്ക് വാങ്ങിയ മിൽക്ക് അതിന്റെ കൂടെ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അയാൾ 60 രൂപക്ക് വിൽക്കുകയാണ്. അപ്പൊ ആ എക്സ്ട്രാ ആഡ് ചെയ്ത വെള്ളത്തിന്റെ കൂടെ ഇയാൾക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മളിങ്ങനെ ചെയ്യാം. ഇവിടെ കോസ്റ്റ് പ്രൈസ്, ഇവിടെ മിൽക്കും വാട്ടറും തമ്മിൽ മിക്സ് ചെയ്യാം അല്ലെ. ഇവിടെ മിൽക്കിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 60 ആണ്. വാട്ടറിന്റെ പ്രൈസ് നമുക്ക് 0 എന്ന് എടുക്കാം. കാരണം ഇവിടെ സാധാരണ ക്വസ്റ്റ്യനിൽ വാട്ടർ ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ള കൺസെപ്റ്റ് ആണ് എടുക്കുന്നത് കേട്ടോ. അല്ലാതെ ബിസ്ലറി വാട്ടറോ അല്ലെങ്കിൽ വേറെ മിനറൽ വാട്ടറോ ഒന്നും അല്ല. ഇവിടെ മിൽക്ക് 60 രൂപന്റെ വെള്ളമാണ്, അല്ല മിൽക്കാണ്. വാട്ടറോ കിണറ്റിൽ നിന്ന് എടുക്കുന്ന 0 വിലയില്ലാത്ത വാട്ടറാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അയാള് 60 റുപ്പീസിന് സെല് ചെയ്യുമ്പോൾ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്നാണ്. അതായത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം 0-നേക്കാളും കൂടുതലും 60-നേക്കാളും കുറവുള്ള ഒരു വാല്യൂ ആണ് മിക്സറിന് ഉണ്ടാവുക അല്ലെ. ആ മിക്സർ, ആ സാധനം അയാൾ വീണ്ടും 60 രൂപക്ക് സെല് ചെയ്യും, അല്ല 60 രൂപക്ക് സെല് ചെയ്യുമ്പോൾ അയാൾക്ക് 20% ലാഭമാണ്. 20% ലാഭം എന്ന് പറഞ്ഞാൽ 5:6 ആണ് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ. ഇപ്പോഴാണ് 20% ലാഭം അല്ലെ. അപ്പൊ എന്തിന് വിൽക്കുമ്പോഴാ? 60-ന് വിൽക്കുമ്പോഴാണ് ഇയാൾക്ക് 20% ലാഭം. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാ? 50 അല്ലെ. അതായത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന മിക്സറിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 50 ആണ്. ഇനി ഒന്ന് അലിഗേഷൻ ചെയ്ത് നോക്കിയേ, നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഈ മിക്സറിലെ മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ നമുക്ക് കിട്ടും. 60 - 50 എത്രയാണ്? 10. 50 - 0 എത്രയാണ്? 50. അതായത് 5:1 ഈ റേഷ്യോയിലാണ് എന്തുള്ളത്? മിൽക്കും വാട്ടറും ഈ മിക്സറിലുള്ളത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ടർ എത്രയാണ്? 5 ലിറ്റർ ആണ്. വാട്ടർ 5 ലിറ്റർ ആണെങ്കിൽ മിൽക്ക് എത്ര അല്ലെ? വാട്ട് ഇസ് എമൗണ്ട് ഓഫ് പ്യുവർ മിൽക്ക്? മിൽക്ക് എത്ര ലിറ്റർ ഉണ്ട് എന്നാ ചോദ്യം. അപ്പൊ വാട്ടർ നമ്മൾ കണ്ടുപിടിച്ചു 1 യൂണിറ്റ് അല്ലെ. വാട്ടർ 1 യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ 5 ടൈംസ് ഉണ്ടാവും മിൽക്ക്. അപ്പൊ ഈ 1 യൂണിറ്റ് 5 ആണെങ്കിൽ 5 യൂണിറ്റ് എത്രയാ? 5 × 5 25. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക കേട്ടോ. എത്രയാണോ വാട്ടർ ഉള്ളത് അതിന്റെ 5 ടൈംസ് എന്തുണ്ടാവും? മിൽക്ക് ഉണ്ടാവും. അപ്പൊ 1:5 റേഷ്യോ. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇവിടെ 60 രൂപക്ക് അയാളെ മിക്സർ വിൽക്കുന്നുണ്ട്. ഒരിക്കലും വെള്ളത്തിൽ ഈ 60 രൂപേന്റെ മിൽക്കിന്റെ കൂടെ വെള്ളം ആഡ് ചെയ്താൽ പൈസ കുറഞ്ഞു വരും അല്ലെ. അതായത് കോസ്റ്റ് പ്രൈസ് കുറഞ്ഞു വരും. കാരണം 60 രൂപ പ്യുവർ മിൽക്കിന്റെ പ്രൈസ് ആണ്. അതിന്റെ കൂടെ വെള്ളം കൂടെ വരുമ്പോൾ ആ മിക്സറിന്റെ പ്രൈസ് എന്ത് ചെയ്യും? വെള്ളം ആഡ് ചെയ്യും തോറും പൈസ, കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്ന വെള്ളമാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്ന വെള്ളം ആഡ് ചെയ്യും തോറും പൈസ കുറഞ്ഞു വരും. അങ്ങനെ ഇത് രണ്ടും കൂടെ മിക്സ് ആയപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 50 രൂപയാണ് ഈ മിക്സറിന്റെ വില കേട്ടോ. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ, ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. 3 varieties of tea whose cost prices per kg are 500, 720 and 900 are blended in the ratio 9:5:11. What should be the selling price per kg of the blended tea if the seller has to make a profit of 20%? Last question ചെയ്ത് നോക്കിയേ. അലിഗേഷൻ
അലിഗേഷൻ ചെയ്യാൻ പറ്റും, 3 ആകുമ്പോൾ ചെയ്യാം, 2 വെച്ച് അലിഗേഷൻ ചെയ്യാൻ മതി. പക്ഷേ അലിഗേഷൻ എല്ലാത്തിനും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. 500 രൂപേന്റെ ഒരു ടീ ഉണ്ട്, 720 രൂപേന്റെ ഒരു ടീ ഉണ്ട്, 900 രൂപേന്റെ ഒരു ടീ ഉണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ആക്കുകയാണ്. റേഷ്യോ എന്താ? 9:, ശരിക്കും ആവറേജിന്റെ ചോദ്യം, 9:5:11 റേഷ്യോ. അതായത് 500 രൂപേന്റെ ടീ 9 യൂണിറ്റ് എടുക്കുമ്പോൾ 720 രൂപേന്റെ ടീ 5 യൂണിറ്റ് ആണ്, 900 രൂപേന്റെ ടീ 11 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് പുതിയൊരു ടീ കിട്ടും. അതിന്റെ കോസ്റ്റ് പ്രൈസ്, അതിന്റെ ആവറേജ് പ്രൈസ് നമുക്കിന്ന് കാണാൻ പറ്റും. ആ ആവറേജ് പ്രൈസ് ഉള്ള സാധനം 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപക്ക് സെൽ ചെയ്യണം എന്നാ ചോദ്യം. ചെയ്ത് നോക്കിയേ. ഇത് നമ്മൾ ആവറേജിന്റെ ഡീവിയേഷൻ വെച്ചിട്ട് ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡ് ചെയ്യണമെങ്കിൽ നോക്കിയേ. 500 × 9 പ്ലസ് 72 720 × 5 പ്ലസ് 900 ചെയ്ത് നോക്കിയേ. 500 × 9 എത്രയാണ്? 500 × 9 4500 ആണ്. പ്ലസ് 720 × 5 എന്ന് പറഞ്ഞാൽ 3600 ആണ്. പ്ലസ് 900 × 11 എത്ര കിട്ടും? 990. 990 അല്ല, 9900. എത്ര ഉണ്ടാവും? 9 ഉം 12 ഉം 16. 16,000 പിന്നെ എത്രയാണ്? 16,000 16,900 17,400 സോറി 17,500 18 അല്ലെ? അതായത് 18,000 ആണ് ടോട്ടൽ വരിക. ഡിവൈഡഡ് ബൈ 9 + 5 + 11 എത്ര കിട്ടും? 25 കിട്ടും. ആൻസർ 18,000 / 25 ആണ്. അപ്പൊ 25 ഞാൻ എന്ത് ചെയ്യും? കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 100/4, അതായത് × 4 എത്ര കിട്ടും? 0 പോയി 180 × 4 എന്ന് പറഞ്ഞാൽ 720. അതായത് ഈ മിക്സറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 720 ആണ്. ഇങ്ങനെ വേണമെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് കാണാം കേട്ടോ. അല്ലെങ്കിൽ ആവറേജിൽ നമ്മൾ ഡീവിയേഷനോ മീൻ ഡീവിയേഷനോ അസ്യൂംഡ് മീൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കാണാം. അസ്യൂംഡ് മീൻ മെത്തേഡ് എങ്ങനെയാ? ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഈ ഒരു മിക്സറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വാല്യൂ ആയിട്ടുള്ള 500-നേക്കാളും കൂടുതലായിരിക്കും, വലിയ വാല്യൂ ആയിട്ടുള്ള 900-നേക്കാളും കുറവായിരിക്കും. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യാണ് 720 ആണ് ഇവിടുത്തെ പ്രൈസ്. ഞാൻ അസ്യൂം ചെയ്യാം, ഒന്നുമില്ല, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള വാല്യൂ ആയതുകൊണ്ട് 720 ആണ് പ്രൈസ് എങ്കിൽ ഇവിടെ എത്ര ഡീവിയേഷൻ വരുന്നുണ്ട് നോക്കിയേ. ഇവിടെ എത്ര കുറവുണ്ട്? 220 കുറവുണ്ട് അല്ലെ? 500-ലെത്തുമ്പോൾ 220 കുറവുണ്ട്. എത്ര ആൾക്കാർക്ക്? 9 ആൾക്കാർക്ക്. ഇവിടെ നോക്കുമ്പോഴോ 720 900 നോക്കുമ്പോൾ 180 കൂടുതലാണ്. എത്ര പേർക്ക്? 11 പേർക്ക്. ഇവിടെ 220 കുറവാണ്, 9 പേർക്ക്. ഇവിടെ 180 കൂടുതലാണ്, 11 പേർക്ക്. എത്ര ഉണ്ടാവും നോക്കിയേ. 22 × 9 എന്ന് പറഞ്ഞാൽ എത്രയാ? 22 × 9 എന്ന് പറഞ്ഞാൽ -1980 ആണ്. ഇവിടെയോ 180 × 11 എന്ന് പറഞ്ഞാൽ +1980 ആണ്. ഓക്കെ, ഇതും കൂടെ ക്യാൻസൽ ആയി പോയി. അതിന്റെ അർത്ഥം എന്താ? ആവറേജ് 720 തന്നെയാണ് കേട്ടോ. അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആവറേജിന്റെ ക്ലാസ് എടുത്ത് പോയി കാണാം. അവിടെ നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? മിക്സറിന്റെ വില 720 ആണെന്ന് കിട്ടി. മിക്സറിന്റെ പ്രൈസ് 720 ആണെങ്കിൽ ഇത് 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്തിന് സെല് ചെയ്യണം? 720ന്റെ 20% കൂടെ ആഡ് ചെയ്യണം അല്ലെ? ഒന്നെങ്കിൽ 720ന്റെ 120% കാണണം, അല്ലെങ്കിൽ 720ന്റെ 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇതിനേക്കാളും 20% കൂട്ടി സെല് ചെയ്യണം. 720ന്റെ 20% എത്രയാ? 720ന്റെ 20% നമുക്കറിയാം 10% 72 ആണ്, 20% 144 ആണ്. അപ്പൊ 700 രൂപേന്റെ കൂടെ എന്ത് ചെയ്യണം? 720ന്റെ കൂടെ ഒരു 144 കൂടെ എക്സ്ട്രാ വേണം. എത്ര കിട്ടും? 4, 6, 8 എത്ര കിട്ടും? 864. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി അലിഗേഷൻ വെച്ചിട്ട് എങ്ങനെയാ ചെയ്യേണ്ടത്? ഇനിയിപ്പോ ഇതൊരു 3 വന്നു. അലിഗേഷൻ വെച്ചിട്ട് എങ്ങനെയാ ചെയ്യേണ്ടത് പറഞ്ഞേ. ഇവിടെ ബുദ്ധിമുട്ടാവും, കാരണം കാൽക്കുലേഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വാല്യൂ ആണ്. അലിഗേഷൻ ശരിക്കും ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്? ഇത് രണ്ടും അലിഗേഷൻ ചെയ്യാം. ഈ ഫസ്റ്റത്തെ രണ്ട്, ഇപ്പൊ എ ബി സി ഇങ്ങനെയാന്ന് വിചാരിക്കുന്നത്. അപ്പൊ എയും ബി അലിഗേഷൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇതിനൊരു പ്രൈസ് കിട്ടും. എന്നിട്ട് ഈ വാല്യൂ സിയും കൂട്ടി അലിഗേഷൻ ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഫസ്റ്റത്തെ അവസാനം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ അവസാനത്തെ അലിഗേഷൻ ചെയ്യാൻ പോകും. എയും സിയും തമ്മിൽ മിക്സ് ചെയ്യാൻ പോകും ആദ്യം. അപ്പൊ എയും സിയും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ നോക്കിയേ, എയും സിയും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എന്റെ പ്രൈസ് 500 ആണ്, സിന്റെ പ്രൈസ് 900 ആണ്. റേഷ്യോ എന്താ? 9:11 ആണ് അല്ലേ? അതായത് 9 ഞാൻ ഇവിടെ ബീനെ കുറച്ച് നേരം മറിച്ചു പിടിക്കുകയാണ്. ബീനെ ലാസ്റ്റ് ആഡ് ചെയ്യാം. എയും സി ആഡ് ചെയ്യുമ്പോൾ 500 900 ഉള്ള സാധനം 9:11 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഏത് മിക്സറിന്റെ പ്രൈസ് എന്ത് കിട്ടും നോക്കിയേ. ഒന്നുകിൽ ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ 500ന്റെ 400 ഡിഫറൻസ് എത്രയാ? അല്ല, 500ന്റെ 900 ഡിഫറൻസ് 400 ആണ്. ഈ 400നെ 9 + 11 20 ഭാഗമാക്കി ഡിവൈഡ് ചെയ്യാം. അപ്പൊ 400നെ 20 ഭാഗമാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഭാഗം എന്താ? ഓക്കെ, 20 ആണ്.
1 യൂണിറ്റ് 20 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഈ 90-ൽ നിന്നും 9 യൂണിറ്റ് കുറക്കണം, അല്ലെങ്കിൽ 500-ലേക്ക് 11 യൂണിറ്റ് കൂട്ടണം. ഒരു യൂണിറ്റ് 20 ആണെങ്കിൽ 11 യൂണിറ്റ് എത്രയാ? 11 യൂണിറ്റ് 220 അല്ലെ? അപ്പൊ 500-ന്റെ കൂടെ 220 കൂട്ടിയാൽ എത്ര കിട്ടും? 720. നോക്കിയേ, അപ്പൊ ഈ ഫസ്റ്റത്തെ ക്വാണ്ടിറ്റിയും ഈ ലാസ്റ്റത്തെ ക്വാണ്ടിറ്റിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മിക്സറിന്റെ പ്രൈസ് എത്രയാണ്? 720 രൂപയാണ്. ഇനി അതിന്റെ കൂടെ ഈ ബി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി മിക്സ് ചെയ്യണം. അതിന്റെയും പ്രൈസ് എന്താ? 720. അത് ഈ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ടേംസ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 720 രൂപയാണ്. അതിന്റെ കൂടെ ഈ രണ്ടാമത്തെ സാധനം കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. അതിന്റെ വിലയും 720 ആണ്. ഓൾറെഡി 720 പ്രൈസ് ഉള്ള ഒരു മിക്സറിന്റെ കൂടെ വീണ്ടും 720 പ്രൈസ് ഉള്ള ഒരു മിക്സർ ആഡ് ചെയ്താൽ പ്രൈസ് വല്ലതും മാറുമോ? ഇല്ല. അതിന്റെ അർത്ഥം ഈ മിക്സറിന്റെ പ്രൈസ് എത്രയാണ്? 720 ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ പല പല ഡിഫറെന്റ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാത്തിന്റെയും കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്ത ഒരു 5-6 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമുക്ക് അലിഗേഷന്റെ കിട്ടും. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളെടുത്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, ടോപ്പിക് വളരെ ചെറിയ ടോപ്പിക്കാണ്. നമ്മൾ ആവറേജ് അല്ലെങ്കിൽ ബാക്കിയുള്ള സിമ്പിൾ ടെസ്റ്റ്, കോമ്പൗണ്ട് ടെസ്റ്റ്, പെർസെന്റേജ് റേഷ്യോ പഠിച്ച പോലെ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ പോലും മാക്സിമം 40-50 ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഇതിൽ വല്ല റിപ്പീറ്റ് ആയിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? അലിഗേഷൻ ആണ് കുറച്ച് തുടക്കത്തിൽ ബുദ്ധിമുട്ടുള്ള. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പതുക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുമ്പോഴാണ് ഒരു ഐഡിയ കിട്ടുക. എന്നാലും എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ എന്ന് പറഞ്ഞേ. ഒരു ഐഡിയ കിട്ടിയോ ഏകദേശം ഓവറോൾ? പറ, ഒരു ഐഡിയ കിട്ടിയോ? പറഞ്ഞ എല്ലാരും ഓക്കെ അല്ലേ? പ്രിപ്പറേഷൻ ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നില്ലേ? നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ അവസാനത്തോടെ അടുക്കുകയാണ്. ഏകദേശം ഒരു 3 months ആവാനായില്ലേ ക്ലാസ് തുടങ്ങിയിട്ട്. ഈ മാസം കൂടെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിലാണ് എല്ലാം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇതിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, പിന്നെ ചില മെറ്റീരിയൽസ് ഒക്കെ പെൻഡിങ് ആണെന്ന് പറഞ്ഞായിരുന്നു റീസണിങ്ങിന്റെ. അത് നമ്മൾ പതുക്കെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മെറ്റീരിയൽസ് എല്ലാത്തിന്റെ നമ്മൾ എന്തായാലും കോഴ്സ് തീരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആഡ് ചെയ്യും കേട്ടോ. ആ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഈ കാര്യങ്ങൾ ഇപ്പം GK ഒക്കെ നമ്മൾ റെഗുലർ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്, മാത്സിന്റെ ആഡ് ചെയ്യുന്നുണ്ട്, റീസണിങ്ങിന്റെ മാത്രമേ ചെറിയ പ്രശ്നമുള്ളൂ. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളായാലും സ്ഥിരമായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് ഓൾറെഡി 2 ആഡ് ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. മൂന്നാമത്തത് നമ്മൾ ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത് എന്ത് ചെയ്യാം? മൂന്നാമത്തത് നിങ്ങൾക്ക് ഈ നാളെ വരെ സമയം ഒരുപാട് ഉണ്ടാവും, പക്ഷെ നാളെ വൈകുന്നേരം ഡിസ്കഷൻ ഉണ്ടാവും. അതിന്റെ മുമ്പായിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക കേട്ടോ. സാർ 1/3 അലിഗേഷൻ ചെയ്യുമ്പോൾ 720 അല്ല വന്നത് എങ്കിൽ നമ്മൾ അലിഗേഷൻ ചെയ്യുമ്പോൾ എടുക്കുന്ന റേഷ്യോ എങ്ങനെയാ എടുക്കുക? ഓക്കെ, ഇനി 1/3 അലിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 720 അല്ല കിട്ടുന്ന വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നോക്കിയേ. ഫസ്റ്റത്തെ ക്വാണ്ടിറ്റി 9, മൂന്നാമത്തെ ക്വാണ്ടിറ്റി 11. അപ്പൊ അവിടെ ടോട്ടൽ 20 യൂണിറ്റ് ആയി അല്ലേ? ഇനി ഇതിന്റെ കൂടെ ഈ റേഷ്യോ നമ്മൾ അലിഗേഷൻ ചെയ്യണം. ഇതിന്റെ എത്രയാണ്? 5 ആണ്. അപ്പൊ 20:5 റേഷ്യോയിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അതായത് ഇവിടെ ഇത് രണ്ടും അലിഗേഷൻ ചെയ്യുമ്പോൾ ഇത് 720 ആയതുകൊണ്ട് ആര് പറഞ്ഞ പോലെ കുഴപ്പമില്ല, രണ്ടും കൂടെ 720 ആയിട്ട് കിട്ടും. അത് ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്താലും 720 ആയിരിക്കും. ഇനിയിപ്പോ റേഷ്യോ 720 അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ 9, 11, 20 യൂണിറ്റ്. ഇതാണ് ഈ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി. അതിന്റെ കൂടെ 5 യൂണിറ്റ് ഉള്ള ഒരു സാധനം മിക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 20:5 വേണം അത് മിക്സ് ചെയ്യാൻ കേട്ടോ. മനസ്സിലായ കാര്യം? അല്ലാതെ വേറെ റേഷ്യോയിൽ എടുക്കരുത് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ വേറെ എക്സാമ്പിൾ വരെയാണ്. ഇനി ആദ്യം ഞാൻ എയും ബിയും കൂടെ മിക്സ് ചെയ്തു, എന്നിട്ട് അതിന്റെ കൂടെ സി മിക്സ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ 9 + 5 14 കിട്ടും. അതിന്റെ കൂടെ സി മിക്സ് ചെയ്യുമ്പോൾ 14:11. ഓക്കെ ആണോ? ഇനിയിപ്പോ ഞാൻ ബിയും സിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിന്റെ കൂടെ എ മിക്സ് ചെയ്യാന്ന് വിചാരിക്കുക. ബിയും സിയും മിക്സ് ചെയ്യുമ്പോൾ നോക്കിയേ 11 5 16 കിട്ടും. അതിന്റെ കൂടെ എ മിക്സ് ചെയ്യുമ്പോൾ 9 കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.